ഈ ടെക്സ്റ്റ് ഒരു വലിയ ഭാഗത്തിൻ്റെ ഒരു ചെറിയ ഭാഗമാണ്. 2-ാം അധ്യായത്തിൻ്റെ 17 മുതൽ 29 വരെയുള്ള വചനങ്ങളുടെ ഒരു ചെറിയ ഭാഗമാണ് 25 മുതൽ 29 വരെയുള്ള ഭാഗം. അപ്പോൾ 17-ാം വാക്യം മുതലുള്ള വിഷയം എന്ന് പറയുന്നത് യഹൂദനോടുള്ള ബന്ധത്തിൽ സ്പെസിഫിക്കായിട്ട് പോള് അവർക്കെതിരെ വിരൽ ചൂണ്ടുകയാണ്. എന്താണ് വിഷയം? ഇവിടെ ഇരിക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ. 1-ാം അധ്യായത്തിൻ്റെ 16-17 വാക്യങ്ങളിൽ സുവിശേഷത്തെക്കുറിച്ച് അദ്ദേഹം ഒരു പ്രസൻറ്റേഷൻ നടത്തി. അതിനിയും 3-ാം അധ്യായത്തിൻ്റെ 21 മുതലുള്ള വാക്യങ്ങളിൽ വിശദീകരിക്കണം. എന്നാൽ വിശദീകരണത്തിന് മുൻപ് ഭൂമിയിലുള്ള സകല ആളുകൾക്കും സുവിശേഷം ആവശ്യമാണ് എന്നുള്ളത് അദ്ദേഹം തെളിയിക്കാൻ താല്പര്യപ്പെടുകയാണ്. ലോകത്തിലുള്ള സകല ആളുകളും, അതായത് സുവിശേഷം വിശ്വസിക്കാത്ത സകല ആളുകളും ദൈവത്തിൻ്റെ കോപത്തിൻ്റെ കീഴിലാണ്. ഇതാണ് പോള് 1-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 3-20 വരെയുള്ള വാക്യങ്ങളിൽ വിശദീകരിക്കുന്നത്. പ്ലീസ് മനസ്സിലാക്കുക. ഗുഡ് ന്യൂസ് ഗോസ്പല് നമുക്ക് മനസ്സിലാകണമെങ്കിൽ, ത്രില്ലാകണമെങ്കിൽ ബാഡ് ന്യൂസ് അറിയണം. എന്താണ് ബാഡ് ന്യൂസ്? സുവിശേഷത്തിൽ വിശ്വസിക്കാത്തവരുടെ മേൽ ദൈവത്തിൻ്റെ കോപമാണ്. അവരെ ദൈവം ന്യായം വിധിക്കും, അവർ ശിക്ഷിക്കപ്പെടും. ഇതാണ് ബാഡ് ന്യൂസ്. അതുകൊണ്ട് ലോകത്തിലുള്ള എല്ലാവർക്കും സുവിശേഷം ആവശ്യമാണ്. ഇറ്റ്സ് വെരി സിമ്പിൾ അല്ലേ? വെരി സിമ്പിൾ. പിന്നെ ഞാനിപ്പോൾ അങ്ങ് വിചാരിക്കുക ഞാൻ മനസ്സിലാക്കത്തില്ല ഇന്ന്, അങ്ങനെയുള്ളവരെ നമുക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. അല്പം ഒന്ന് അയഞ്ഞാൽ മതി, ഇത് ഈസിയായിട്ട് മനസ്സിലാകാം. 1-ാം അധ്യായത്തിന് 18 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിൽ ലോകത്തിലുള്ള സകല ജാതികളുടെ മേലും ദൈവത്തിൻ്റെ കോപമുണ്ട്. 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ ധർമ്മോപദേഷ്ടാക്കന്മാർ, ദ റിലീജിയസ് മോറലിസ്റ്റ്, അത് യഹൂദന്മാരിൽ നിന്നുണ്ട്, ജാതികൾ എന്നുള്ളവരുണ്ട്. ഇവരുടെ വാദമെന്ന് പറയുന്ന പൗലോസ് ഞങ്ങളെ ഒരിക്കലും ദൈവം ന്യായം വിധിക്കത്തില്ല. അതെന്താണ്? ഞങ്ങൾ എത്രയോ നല്ലവരാണ്. ശരിയാണ്, അങ്ങ് ജാതികളോട് പറഞ്ഞ ദൂത് കറക്റ്റ് ദൂതാ. അവന്മാരെല്ലാം മ്ലേച്ഛതയിലാണ്, വിഗ്രഹാരാധികൾ. അവർക്കങ്ങനെ തന്നെ വരും, ദൈവം അവരെ ന്യായം വിധിക്കും. പക്ഷെ ഞങ്ങളങ്ങനല്ല, ഞങ്ങൾ നല്ല ആളുകളാണ്, ഞങ്ങൾ എത്രയോ പേരെ സഹായിക്കുന്നുണ്ട്. മോറലിസ്റ്റുകൾ, ധർമ്മോപദേഷ്ടാക്കന്മാർ, അനേകരോട് ധാർമ്മികമായ കാര്യങ്ങൾ പറയുന്ന ആളുകൾ. പൗലോസ് പറയാണ്, സുവിശേഷം അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ യു ആർ ഓൾസോ കണ്ടംഡ്. നിങ്ങളുടെ ഈ നല്ല പ്രവൃത്തികൾ കൊണ്ട് നിങ്ങൾ രക്ഷപ്പെടുകയില്ല. ഇത് പറഞ്ഞു കഴിയുമ്പോൾ യഹൂദൻ്റെ ഉള്ളിലൊരിതുണ്ട്, ഒരിക്കലും ഞങ്ങളെ ന്യായം വിധിക്കത്തില്ല. അതെന്താണ്? പൗലോസേ, ഞങ്ങൾ അബ്രഹാമിൻ്റെ വംശാവലിയിലുള്ളവരാണ്, ഞങ്ങൾ ദൈവം ന്യായം വിധിക്കുമോ? ദൈവത്തിൻ്റെ സ്നേഹിതനാകുന്ന അബ്രഹാമിൻ്റെ കുലത്തിൽപ്പെട്ടവരാണ്. വി ആർ ഡിസെൻഡൻസ് ഓഫ് ഏബ്രഹാം, ദ ഫസ്റ്റ് ജൂ. 2, ദൈവം ഞങ്ങൾക്ക് നേരിട്ട് ന്യായപ്രമാണം മോശയിലൂടെ തന്നതാ. ഇന്നത്തെ ഭാഷ പറഞ്ഞാൽ വി ഹാവ് ദ ബൈബിൾ. ലോകത്തിലുള്ള സകല ജാതികളിൽ നിന്നും ഞങ്ങളെ തെരഞ്ഞെടുത്ത് ഞങ്ങൾക്കാണ് ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാട്, അതും റിട്ടൺ ഫോമിൽ എഴുതി ഞങ്ങളെ തന്നിരിക്കുകയാണ്. ഞങ്ങളെങ്ങനെയാണ് ദൈവം ന്യായം വിധിക്കുന്നത്? ശരിയാണ്, അങ്ങ് ഈ ജാതികളെക്കുറിച്ച് പറഞ്ഞത് കറക്റ്റാണ്, അവർക്ക് ന്യായവിധി ഉണ്ടാവും. പിന്നെ ധർമ്മോപദേഷ്ടാകന്മാർ ശരിയായിരിക്കാം, അവർക്ക് ന്യായവിധി ഉണ്ടാകും. പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല.
ഞങ്ങൾ അബ്രഹാമിൻ്റെ വംശാവലിയിൽപ്പെട്ടവരാണ്, ഞങ്ങൾക്ക് ബൈബിളുണ്ട്. പിന്നീട് അവരുടെ ഒരു വാദമാണ്, അത് മാത്രമല്ല, ഞങ്ങളും ദൈവവുമായിട്ടുള്ള ഉടമ്പടി ബന്ധത്തിൻ്റെ പ്രത്യക്ഷ അടയാളം ഞങ്ങളുടെ ശരീരത്തിൽ ഞങ്ങൾ വഹിക്കുന്നവരാണ്. ഒരിക്കലും ദൈവം ഞങ്ങളോട് കോപിക്കത്തില്ല, ഞങ്ങളെ ന്യായം വിധിക്കത്തില്ല. ഈ തെറ്റിദ്ധാരണയിലായിരുന്നു യഹൂദൻ. ഈ ഫോൾസ് സെക്യൂരിറ്റിയിലാണ്. ഒരിക്കലും ഞങ്ങൾക്കെതിരെ ദൈവം നിൽക്കത്തില്ല, ഞങ്ങൾ സ്വർഗത്തിൽ പോകും. ഈ തെറ്റിദ്ധാരണ, അതിൻ്റെ തെറ്റിദ്ധാരണയുടെ കാരണം ഫോൾസ് സെക്യൂരിറ്റി. അവർ തെറ്റിദ്ധരിക്കുകയാണ്, ഈ കാര്യങ്ങളാൽ ഞങ്ങൾ സംരക്ഷിക്കപ്പെടും. പൗലോസ് അവർക്ക് നേരെ വിരൽ ചൂണ്ടി പറയാണ്, നിങ്ങളും അപകടത്തിലാണ്, നിങ്ങളുടെ മേലും ദൈവത്തിൻ്റെ കോപമുണ്ട്, ദൈവം നിങ്ങളെയും ന്യായം വിധിക്കും. എന്തിനാണ് പോൾ ഇങ്ങനെ കട്ടിക്ക് പ്രസംഗിക്കുന്നത്? അതിന് കാരണം, ഇവരിത് കേട്ട് അവർക്ക് ഉള്ളിൽ ഇത് ഗ്രഹിച്ച് ക്രിസ്തുവിങ്കിലേക്ക് തിരിയണം. ഈ ബാഡ് ന്യൂസ് മനസ്സിലാകാതെ എനിക്ക് സുവിശേഷം ആവശ്യമാണെന്നുള്ളത് മനുഷ്യൻ തിരിയത്തില്ല. നമ്മുടെ സുവിശേഷ പ്രസൻറ്റേഷനിൽ പോലും ഈ മോഡൽ വളരെ നല്ലതാണ്. ആദ്യം ജനത്തിന് അവർ തെറ്റിലാണ്, ദൈവം അവർക്കെതിരാണെന്ന ബോധ്യം വന്നെങ്കിലേ ദൈവത്തിങ്കിലേക്ക് തിരികെയുള്ളൂ. ആ ഒരു രീതിയാണ് പോൾ ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ ഇവരുടെ കുറെ കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചിരുന്നു. ഇത്രയും കാര്യങ്ങൾ ഇപ്പം യഹൂദനെ കുറിച്ച് ഇനി 3-ാം അധ്യായത്തിലുമുണ്ട്. അത് ദൈവഹിതമെങ്കിൽ അടുത്ത ആഴ്ച നമുക്ക് ചിന്തിക്കാം. ഇതെല്ലാം കൂടെ കൊണ്ടുവരുന്നത് 3:10 നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ഉള്ള സകല മനുഷ്യനും സുവിശേഷം ആവശ്യമാണ്. സുവിശേഷം കൂടാതെ ഒറ്റയാളെയും ദൈവം അംഗീകരിക്കത്തില്ല. ഒരു മതത്തിൽപ്പെട്ടയാളെ, ക്രിസ്ത്യാനിയെയും പെന്തിക്കോസുകാരനെ അംഗീകരിക്കത്തില്ല. എവ്രി വൺ നീഡ്സ് ദ ഗോസ്പൽ. പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ടല്ലേ പൗലോസ് പറഞ്ഞത്, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ഈ 2-ാം അധ്യായത്തിൻ്റെ 17 മുതൽ 29 വരെ എന്ന ഈ ഒരു പാസേജ്, യഹൂദനോടുള്ള ബന്ധത്തിലുള്ള പാസേജിൻ്റെ 17 മുതൽ 24 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചത്. അപ്പോൾ അത് ഞാൻ വേഗത്തിലൊന്ന് പറയാം. നോക്കിക്കേ, 17 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ അവർക്കിടെ ഈ പാരമ്പര്യം, ന്യായപ്രമാണം, അതുപോലെ ഉള്ള കാര്യങ്ങളിൽ അവരുടെ ആ തെറ്റിദ്ധാരണയാണ് അവിടെ പൗലോസ് അതിനെതിരെ പറയുന്നത്. അപ്പോൾ 17-18 വാക്യങ്ങളിൽ യഹൂദനുള്ള 5 പദവികളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിരുന്നു. എന്താണ്? നീയോ യഹൂദൻ എന്ന പേരുകൊണ്ടും, അതാണ് ഒന്നാമത്. യഹൂദൻ എന്ന പേര്, ഞങ്ങൾ ദൈവത്തിൻ്റെ ചോസൺ ആയിട്ടുള്ള പീപ്പിളാണ്. വി ആർ ജ്യൂസ്, അബ്രഹാമിൻ്റെ വംശാവലിയിൽപ്പെട്ടവരാണ്. ആകയാൽ ഞങ്ങൾ സെക്യൂറാണ്, ദൈവം ഞങ്ങളെ ന്യായം വിധിക്കത്തില്ല. ആ വാക്യം തുടർമാനം ചിന്തിക്കുക, ന്യായപ്രമാണത്തിൽ ആശ്രയിച്ചും. അപ്പം യഹൂദൻ സെക്യൂർ ആൻഡ് സേഫ് ആണ്. കാരണം അവന് ന്യായപ്രമാണം ദൈവമാണ് കൊടുത്തത്, ദൈവത്തിൽ നിന്നാണ് ന്യായപ്രമാണം. അതുകൊണ്ട് ഒരിക്കലും ദൈവം ഞങ്ങളെ ന്യായം വിധിക്കത്തില്ല. 3, ദൈവത്തിൽ പ്രശംസിച്ചും. ഒരു ദൈവമേ ഉള്ളൂ, ആ ദൈവം ഞങ്ങളുടെ ദൈവമാണ്. ഹി ബോസ്റ്റഡ് ഇൻ ഗോഡ്. ഇത് വേണ്ടെന്നല്ല, ഇറ്റ് ഈസ് എ ഗുഡ് തിങ്. പക്ഷേ ഹൃദയമാറ്റമില്ലാത്ത ബോസ്റ്റിംഗ്, അതും ജാതികളെ താഴ്ത്തിക്കെട്ടാനുള്ള മനോഭാവത്തോടെയുള്ള ബോസ്റ്റിംഗ് ആണ് ശരിയല്ല എന്ന് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചത്. അപ്പം ഇതെല്ലാം അവൻ്റെ പദവികളാണ്. അവൻ്റെ പേര് യഹൂദൻ,
അവന് ബൈബിളുണ്ട്, അവൻ ദൈവത്തിൽ, ജീവനുള്ള ദൈവത്തിൽ പ്രശംസിച്ചു. പിന്നെ 18-ാം വാക്യം, ന്യായപ്രമാണത്തിൽ നിന്ന് പഠിക്കുകയാൽ, ചുമ്മാതെ ബൈബിൾ വീട്ടിലിരിക്കുകയല്ല, കൊച്ചിലെ തൊട്ട് സിനഗോഗിലും വീട്ടിലുമെല്ലാം ഇത് നന്നായി പഠിച്ചവരാണവര്. അവരുടെ പദവിയാണിത്. അതാണ് അവരുടെ പ്രശ്നം. അവർ പറയാ, ഞങ്ങളെ ന്യായം വിധിക്കുമോ ദൈവം? He's got angry with us, Paul. Maybe you have got your message wrong. പഠിക്കയാൽ അവൻ്റെ ഇഷ്ടമറിഞ്ഞും ഭേദാഭേദങ്ങൾ വിവേചിച്ചും. പഠിച്ചത് നിമിത്തം ബൈബിളിലൂടെ ദൈവത്തിൻ്റെ ഹിതം അവർക്കറിയാം. We know the will of God. ഞങ്ങളെയാണോ ദൈവം ന്യായം വിധിക്കുന്നത്? ഭേദാഭേദങ്ങളെ വിവേചിച്ചും എന്ന് പറഞ്ഞാൽ ശരിയേതാ തെറ്റേതാ എന്ന് ബിബ്ലിക്കൽ പ്രിൻസിപ്പിളിലൂടെ അവർക്ക് തിരിച്ചറിവുള്ളവരാണ്. എന്തു വലിയ പദവിയാണ് പ്രിയരെ! പോൾ ഇവരോടാണ് പറയുന്നത്, നിങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ കോപമുണ്ടെന്ന്. അപ്പോൾ ഞാൻ പിന്നീട് പറയാമെങ്കിലും ഇത് തന്നെയാണ് നമ്മുടെയും പ്രശ്നം. ആ ആപ്ലിക്കേഷൻ കൊണ്ടുവന്നില്ലെങ്കിൽ നമുക്കിത് മനസ്സിലാകത്തില്ല. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാനൊരു ക്രൈസ്തവ കുടുംബത്തിലാണ് പിറന്നത്. ഇത്രാമത്തെ വയസ്സിൽ ഞാൻ സ്നാനപ്പെട്ടു. പിന്നെ ഞാൻ ഇന്ന ഡിനോമിനേഷൻ്റെ ഭാഗം, ഞാൻ ഇന്ന പള്ളിയിലാണ് പോകുന്നത്. ദൈവവചനം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഭയങ്കരമായി വചനം പഠിക്കുന്നവരാണ്. എന്തെന്നെല്ലാം കാര്യങ്ങൾ നമുക്ക് പറയാനുള്ളത്. ഇതിനേക്കാട്ടിലൊക്കെ വലിയ മെച്ചപ്പെട്ട സ്ഥാനത്തായിരുന്നു യഹൂദൻ. അവൻ്റെ നേരെ ദൈവത്തിൻ്റെ കോപമായിരുന്നു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന യൗവനക്കാരൊക്കെ ഇതിനേക്കാൾ പച്ചയ്ക്ക് എങ്ങനെയാ പറയുന്നത്? ഇത് മനസ്സിലാകുന്നില്ലേ? കെമിസ്ട്രി മനസ്സിലായി, ഫിസിക്സ് മനസ്സിലായി, കണക്കും മനസ്സിലായി, ബൈബിൾ വളരെ ശാന്തമായി ലളിതമായി അതൊന്നും മനസ്സിലാകുന്നില്ല. കൊണ്ട് മനസ്സിലാകാൻ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ മതി. നമുക്കൊത്തിരി പറയാനുള്ളത്. എന്താ അവൻ്റെ പേരെന്താ? ജോർജ്. പപ്പായുടെ പേര് മാത്യു. ഇതുകൊണ്ട് ദൈവപ്രസാദമില്ല. അത് മാതാപിതാക്കൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും പേര് ഇട്ടോളൂ, അതല്ല വിഷയം. സുവിശേഷം അംഗീകരിച്ചില്ലെങ്കിൽ ജോർജും മാത്യുവും കുറിയാക്കോസും തോമസും മത്തായി എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊന്നും യാതൊരു നിലയിലും ഒരു ഗുണവും ഇല്ല. ഏതായാലും യഹൂദൻ എന്ന പേര് അവരുടെ കൂട്ട് പറയാനൊന്നും നമുക്കൊന്നുമില്ല. നമ്മളൊക്കെ ജാതിയിലെ ആളുകളാണ്, ജാതിയിൽ നിന്ന് ദൈവസഭയിൽ വന്നവരാണ്. അവരോടാണ് പോൾ പറയുന്നത് നോ. ഇനി ഈ അവരുടെ പദവികൾ നിമിത്തം 19-20 വാക്യങ്ങളിൽ അവരുടെ കുറെ പരിചയങ്ങൾ, അത് ഈ പദവിയിൽ നിന്ന് അവർക്ക് കിട്ടിയതാ. പ്രത്യേകിച്ച് ന്യായപ്രമാണം പഠിച്ചത് നിമിത്തം അവർക്ക് കിട്ടിയതാ. നോക്കിക്കേ, ജ്ഞാനത്തിൻ്റെയും സത്യത്തിൻ്റെയും സ്വരൂപം ന്യായപ്രമാണത്തിൽ നിന്ന് നിനക്ക് ലഭിച്ചത് കൊണ്ട് നോക്കണം. അടുത്ത 4 കാര്യം, നീ കുരുടർക്ക് വഴി കാട്ടുന്നവൻ. അപ്പോൾ പുള്ളി കുരുടരായ ആളുകൾ, വെളിപ്പാടില്ലാത്തവരൊക്കെ പുള്ളിയാണ് പഠിപ്പിക്കുന്ന ആള്. 2, ഇരുട്ടിലുള്ളവർക്ക് വെളിച്ചം. 3, മൂഢരെ പഠിപ്പിക്കുന്നവൻ. 4, ശിശുക്കൾക്ക് ഉപദേഷ്ടാവ് എന്ന് ഉറച്ചുമിരിക്കുന്നെങ്കിൽ അവർ കോൺഫിഡൻ്റ് ആണ്. ആ ഉറച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ കോൺഫിഡൻ്റ് ആണ്. അവരെയാണ് ദൈവം ഈ ന്യായപ്രമാണം അറിയുന്നത് കൊണ്ട് നിയോഗിച്ചിരിക്കുന്നത് ജാതികൾക്ക് വെളിച്ചമായി. അത് ശരിയാണ്, അതൊക്കെ നമ്മൾ ചിന്തിച്ചതാണ്. അവരിലൂടെയാണ് ലോകത്തിലുള്ള എല്ലാവർക്കും വെളിച്ചം കിട്ടണമെന്ന് ദൈവം ആഗ്രഹിച്ചത്. എന്നാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങൾ, ഇവിടെ പറഞ്ഞ ഓരോ കാര്യങ്ങളും അവർ വേണ്ട നിലയിൽ ലോകത്തിൽ ചെയ്തില്ല എന്നുള്ളതൊരു സത്യം. വല്ലപ്പോഴൊക്കെ ചെയ്യുമ്പോഴും അവരെക്കാൾ ഇരട്ടി നരകത്തിന് യോഗ്യരാക്കുന്ന ഒരു സുവിശേഷീകരണമായിരുന്നു അവരുടേത്. അതെന്താണ്? കൊണ്ടുവരുന്ന ആളുകളെ സ്വയനീതിയിലേക്ക് അവർ നയിക്കും.
അവരുടെ വചനത്തിൽ അങ്ങനെയായിരുന്നു. മാത്രമല്ല എക്സ്ട്രാ ബിബ്ലിക്കലായി റബിമാര് പഠിപ്പിച്ചതൊക്കെ പഠിപ്പിച്ച് ഇവരെ നല്ല ഒരു മത ആചാര്യന്മാരായി മതത്തിൻ്റെ കാര്യങ്ങൾ അനുഷ്ഠിക്കുന്നവരാക്കി തീർക്കും. നോക്കിയേ, നല്ല പദവിയിൽ നിന്ന് ദൈവം അവരെ ഈ റിച്ചായിട്ടുള്ള ദൈവത്തിൻ്റെ വെളിപ്പാടുകൾ ലോകത്തിൽ പ്രചരിപ്പിക്കാനായി നിയോഗിച്ചു. എപ്പോഴും അവർക്ക് ആ സ്റ്റാൻഡിൽ നിൽക്കാൻ ഒത്തില്ലെങ്കിലും വല്ലപ്പോഴും ഒക്കെ ചെയ്തപ്പോൾ തന്നെ ആളുകളെ സ്വാതന്ത്ര്യത്തിലേക്കല്ല ബന്ധനത്തിലേക്കാണ് അവർ നയിച്ചത്. പോൾ ഇതെല്ലാം അക്കമിട്ട് പറയുകയാണ്. അതുകൊണ്ട് ആളുകളെ പഠിപ്പിച്ചു, അല്ലെങ്കിൽ പഠിപ്പിച്ചില്ല, അല്ലെങ്കിൽ ഈ അറിവെല്ലാം ഉണ്ട് എന്നീ കാര്യത്താൽ അല്ല, ദൈവം നിങ്ങളെ ഇതിനു വേണ്ടി നിയോഗിച്ചു എന്ന കാരണത്താൽ നിങ്ങൾ രക്ഷപ്പെടത്തില്ല. സുവിശേഷത്തിൽ വിശ്വസിക്കാത്തിടത്തോളം നിങ്ങൾക്ക് ഏത് കോളിംഗ് ഉണ്ടെങ്കിലും God will judge you. എന്നിട്ട് 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ 4 ആരോപണങ്ങളാണ് പോൾ പറയുന്നത്. പദവികളുണ്ട്, അവർക്ക് കുറെ പരിചയങ്ങളുണ്ട്, അല്ലെങ്കിൽ ആ പദവികളിൽ നിന്ന് അവർക്ക് കിട്ടിയ കുറെ ക്ലെയിമുകൾ അവർ നടത്തുന്നുണ്ട്. എന്നാൽ അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ സുവിശേഷത്താൽ മാറ്റം വന്നിട്ടില്ല. വചനം പറയുന്നു, പക്ഷേ ഈ പഠിപ്പിക്കുന്ന വചനം അവരിൽ തന്നെ മാറ്റമുണ്ടാക്കിയിട്ടില്ല. പഠിപ്പിക്കാൻ വേണ്ടി നിയോഗിച്ചവർ എന്നാണ് അവരുടെ ചിന്ത. ചിലരെയൊക്കെ പഠിപ്പിച്ചു, പക്ഷേ വേണ്ട നിലയിൽ അവരുടെ വിളിയെ അവർ പ്രയോജനപ്പെടുത്തിയില്ല. അറിവുണ്ടെങ്കിലും വ്യക്തിപരമായി ഈ അറിവ് അവർക്ക് പ്രയോജനം ചെയ്തില്ല. നോക്കിക്കേ, ഹേ അന്യനെ ഉപദേശിക്കുന്നവനെ, അതാണ് അവരെ കുറിച്ച് അവർ ധരിച്ചിരിക്കുന്നത്. നീ നിന്നെ തന്നെ ഉപദേശിക്കാത്തത് എന്ത്? കണ്ടോ, ഇതെന്താണ്? പ്രതിക്കൂട്ടി നിർത്തി ഒരു വക്കീൽ വാദിക്കുന്നത് പോലെ വാദിച്ച് യഹൂദന്റെ സകലവിധമായ ഫോൾസ് സെക്യൂരിറ്റിയെ പൊളിച്ചടുക്കുകയാണ്. ഇതൊരു യഹൂദൻ കേട്ടാൽ ഒന്നും തിരിച്ചു പറയാനില്ല. അവൻ സുല്ലിട്ട് പറയും, ഐ നീഡ് എ സേവിയർ, ഐ നീഡ് ദ ഗോസ്പൽ. നിന്നെ തന്നെ ഉപദേശിക്കാത്തതെന്ത്? മോഷ്ടിക്കരുതെന്ന് പ്രസംഗിക്കുന്ന നീ മോഷ്ടിക്കുന്നുവോ? അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. നിങ്ങളുടെ മൈൻഡ് ഒന്ന് റിഫ്രഷ് ചെയ്യുക. അടുത്തത്, വ്യഭിചാരം ചെയ്യരുതെന്ന് പറയുന്ന നീ വ്യഭിചാരം ചെയ്യുന്നുവോ? വിഗ്രഹങ്ങളെ വെറുക്കുന്ന നീ ക്ഷേത്രം കവർച്ച ചെയ്യുന്നുവോ? ന്യായപ്രമാണത്തിൽ പ്രശംസിക്കുന്ന നീ ന്യായപ്രമാണ ലംഘനത്താൽ ദൈവത്തെ അപമാനിക്കുന്നുവോ? പിന്നെന്താ പ്രയോജനം? എനിക്ക് ബൈബിളുണ്ട്, ഓ ദൈവനെ വിളിച്ചിരിക്കുകയാണ്, എനിക്ക് ബൈബിളിലെ എല്ലാ സത്യം എല്ലാ റെഫറൻസും കാണാതറിയാം. പക്ഷേ സഹോദരി, നിനക്കിത് നിന്റെ ലൈഫിൽ ഒരു മാറ്റം വന്നില്ലല്ലോ. മാറ്റം വന്നെങ്കിൽ ദൈവത്തിൻ്റെ കോപവും ന്യായവിധിയും നിന്നിൽ നിന്ന് ഒഴിയും. പക്ഷെ ഇത് മാറ്റം വരാതെ ഈ ബാഹ്യമായിട്ടുള്ള സ്പിരിച്വാലിറ്റിയിൽ ദേ ആർ അണ്ടർ ദ wrath ഓഫ് ഗോഡ്. ഇത് തന്നെയാണ് നമുക്കും പറ്റിയിരിക്കുന്നത്. എന്നിട്ട് 24-ാം വാക്യം, അവിടെ ഒരു ന്യായവിധിയാണ്. നിങ്ങൾ നിമിത്തം ദൈവത്തിൻ്റെ നാമം ജാതികളുടെ ഇടയിൽ ദുഷിക്കപ്പെടുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. കേട്ടോ, യഹൂദൻ ഇങ്ങനെ വചനവിരുദ്ധമായ സ്വഭാവം ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ നിമിത്തം ജാതികളുടെ ഇടയിൽ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടേണ്ടതിന് പകരം ദുഷിക്കപ്പെട്ടു. എക്സാക്ട്ലി ഇതാണ് നടക്കുന്നത്. നിങ്ങൾ നിങ്ങളെ തന്നെ ചിന്തിക്കുക, ഞാൻ എന്നെ ചിന്തിക്കുക. നമുക്ക് വേറെ ഇപ്പം നമുക്ക് 100,000 പേരുകൾ അവരെക്കുറിച്ച് ഇറക്കും, ഇവരെക്കുറിച്ച് അല്ലല്ല, നിന്നെക്കുറിച്ച് തന്നെ ഇവിടെ വന്നിരിക്കുന്നവരെ കുറിച്ചായി പറയുന്നു. നിങ്ങളുടെ അയലോക്കക്കാർ നിങ്ങളെക്കുറിച്ച് എന്തു പറയും? അവരവർ ചിന്തിക്കുക. നിങ്ങൾ ഡെയിലി ഇടപെടുന്നവർ നിങ്ങളെക്കുറിച്ച് എന്തു പറയും? നിങ്ങളുടെ സ്വഭാവവും സംസാരവും രീതികൾ നിമിത്തം ദൈവത്തിൻ്റെ നാമം കോയിപ്പുറം പഞ്ചായത്തിൽ മഹത്വപ്പെട്ടോ അതോ ദുഷിക്കപ്പെട്ടോ? ഭയങ്കര വാദങ്ങളായിരുന്നു. എന്ത്? ഞങ്ങൾ അബ്രഹാമിൻ്റെ സന്തതിയാണ്,
ഇത് പൗലോസ് പറയുന്നതേ ഇത് തന്നെയാണ് ജോൺ ദ ബാപ്റ്റിസ്റ്റും ജീസസും എല്ലാം പറഞ്ഞത്. പൗലോസ് പറഞ്ഞ ഇതാണ്. ജോൺ ദ ബാപ്റ്റിസ്റ്റ് പറഞ്ഞു സർപ്പസന്തതികളെന്ന്. ജീസസ് പറഞ്ഞു നിങ്ങളുടെ അപ്പനാരാന്ന് എനിക്കറിയാം, യു ബിലോങ് ടു ദ ഡെവിൾ. ജീസസിൻ്റെ അടുത്ത് ചെന്നു, ഞങ്ങൾ അബ്രഹാമിൻ്റെ മക്കളാണെന്ന് അറിയത്തില്ലയോ എന്ന്. ജീസസ് പറഞ്ഞു യു ബിലോങ് ടു ദ ഡെവിൾ. നമുക്കിതൊന്ന് മനസ്സിലാവുന്നുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, മനസ്സിലാവുന്നുണ്ടോ? ഇത് ഡേഞ്ചറാണ്. നാം തെറ്റിദ്ധാരണയിലാകരുത്. ഒരുപാട് പേര് ചിന്തിച്ചിരിക്കുന്ന പെന്തക്കോസ്തിൽ വന്നാൽ സ്വർഗത്തിൽ പോകുമെന്നാ. നോ, നോട്ട് അറ്റ് ഓൾ. പെന്തക്കോസ്റ്റലിൽ ബൈബിൾ പഠിപ്പിക്കുന്ന ഒരു പെന്തക്കോസ്റ്റലിൽ സത്യം നിങ്ങൾക്ക് മനസ്സിലാവും. ബൈബിൾ പഠിക്കാത്ത ഒരു പെന്തക്കോസ്റ്റിലാണെങ്കിൽ ആടിപ്പാടി പോവാം. ഈ സത്യം മനസ്സിലായിട്ട് ഇത് ജീവിതത്തിൽ പ്രായോഗികമാക്കുന്നില്ലെങ്കിൽ ആബ്സല്യൂട്ട് സീറോ. ദയവായിട്ട് ഞാൻ കരം കൂപ്പുകയാണ് നിങ്ങളോട്, ഇത് ദയവായിട്ട് മനസ്സിലാക്കുക. നിങ്ങളുടെ ജോലി, ആ ജോലി ചെയ്യുന്ന സ്ഥാപനം, നിങ്ങളുടെ അയൽവക്കക്കാർ, അല്ലെ നിങ്ങളൊരു ഓട്ടോറിക്ഷയെ കയറി, അല്ലെ എന്തു ആട്ടെ, അല്ലെ ബസ്സെ ട്രാവൽ ചെയ്തു, നിങ്ങൾ ചെയ്യുന്ന ജോലി തന്നെ അത് ദൈവത്തിന് അപമാനം വരുന്നതാണോ മഹത്വം ഉണ്ടാകുന്നതാണോ? അവരവർ ചിന്തിക്കുക. വിദേശത്ത് പോകാൻ കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ദൈവം മാനിച്ചു, കാരണം ഞാൻ 1995 സ്നാനപ്പെട്ടത്, അതുകൊണ്ട് ദൈവം കള്ള സർട്ടിഫിക്കറ്റ് തന്നു. ഹല്ലേലൂയ. എന്താണ് ഈ പെന്തിക്കോസുകാരിയുടെ ചിന്ത? ദൈവം നിങ്ങളുണ്ടാക്കിയ കള്ള സർട്ടിഫിക്കറ്റിൻ്റെ കൂട്ടു നിന്നു. അപ്പോൾ ദൈവത്തെ നിങ്ങൾ എന്താണ് ചിന്തിച്ചിരിക്കുന്നത്? ഞാൻ നിങ്ങളോട് പറയാം, കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയാൽ അത് ദൈവം തമ്പുരാൻ തന്നൊന്നുമല്ല. കള്ള സർട്ടിഫിക്കറ്റ് പിശാചാണ് തന്നത് നിങ്ങൾക്ക്. അയ്യോ സത്യമാണോ പാസ്റ്ററെ? പിന്നെ അല്ലാതെ അയാൻ പച്ചയ്ക്ക് അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ ചെയ്യുന്ന വെട്ടിപ്പിനും തട്ടിപ്പും ഒക്കെ പിടിക്കപ്പെടാതിരിക്കുമ്പോൾ കർത്താവ് സൂക്ഷിച്ച് ബ്രദറെ, കർത്താവ് സൂക്ഷിച്ചതല്ലത്. വല്ലവൻ്റെ വീട്ടിൽ കിടക്കുന്ന മൊബൈലും വെട്ടിച്ചുകൊണ്ട് എടുത്ത് ഓടി, അല്ലെങ്കിൽ എങ്ങാണ്ട് കിടക്കുന്ന ഒരു പമ്പ് വലിച്ചുകൊണ്ട് ഓടി, കർത്താവ് സൂക്ഷിച്ചെന്ന് എന്നെ ദൂതന്മാരെ കാവൽ. എനിക്കിതൊക്കെ വലിയ തമാശയാണ്. ഇതാണ് ചിന്തിച്ചിരിക്കുന്നത്. ദൈവമല്ല ഇതിൻ്റെ പുറകെ. നിങ്ങൾ നിമിത്തം ജാതികളുടെ ഇടയിൽ ദൈവത്തിൻ്റെ നാമം ദുഷിക്കപ്പെട്ടു. ഞാൻ ചിലപ്പോഴൊക്കെ പറയാറുള്ള ഒരു കാര്യം നിങ്ങളോട് പറയാം. ഗുണമൊന്നും ചെയ്തില്ലേലും ദൈവത്തിൻ്റെ നാമത്തിന് അപമാനം വരുന്ന ഒന്നും ചെയ്യരുത്. വടക്കേ ഇന്ത്യയിൽ പോയി 10,000 പേരെ സുവിശേഷി ഒന്നും ചെയ്തില്ല. നിങ്ങൾ വീട്ടിൽ താമസിച്ച് സാധാരണ ഒരാളായിട്ട് ജീവിച്ചു. രക്ഷിക്കപ്പെട്ട അനുഭവത്തിൽ നിന്നും ദൈവത്തിൻ്റെ നാമത്തെ അപമാനിക്കുന്ന ഒരു കാര്യവും ചെയ്യരുത്. ദേശത്ത് സുവിശേഷീകരണത്തിൻ്റെ വാതിലടയ്ക്കുന്ന വർത്തമാനമോ പെരുമാറ്റമോ നിങ്ങളിൽ ഉണ്ടാകരുത്. അപ്പം പൗലോസ് പറയുന്ന കാര്യം തന്നെയാണ്, അല്ലെങ്കിൽ ജീസസ് പറഞ്ഞതും ജോൺ ദ ബാപ്റ്റിസ്റ്റ് ഒക്കെ പറഞ്ഞത് തന്നെയാണ് പോൾ പറയുന്നത്. ഇത് 24-ാം വാക്യമാണ്. 25 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. ഇത് യഹൂദനുണ്ടായിരുന്ന 3ാമത്തെ ഫോൾസ് സെക്യൂരിറ്റിക്കെതിരെയാണ് വിരൽ ചൂണ്ടുന്നത്. എന്താണ്? പരിച്ഛേദന, സർക്കംസിഷൻ. ഇതിനകത്ത് യഹൂദന്മാർക്ക് ഭയങ്കര ആശ്രയമായിരുന്നു. അപ്പോൾ പൗലോസ് വിശദീകരിക്കുകയാണ്, എടാ യഥാർത്ഥത്തിൽ പരിച്ഛേദന എന്താണ്? നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങളുടെ ശരീരത്തിലുള്ള ഒരു പാടാണ്, ശരീരത്തിലുള്ള ഒരു ക്രിയയാണ്, ഒരു കർമ്മമാണ്. അങ്ങനെയല്ല എന്നതാണ് പോൾ 25 മുതലുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് നന്നായിട്ട് മനസ്സിലാക്കണം. ശരിക്കും പറഞ്ഞാൽ ഇത് 1-2 സെഷൻ എടുക്കേണ്ടതാണെങ്കിലും ഞാനിത് ഇന്നത്തെ ഈ സെഷൻ കൊണ്ട് നിർത്താനാണ് താല്പര്യപ്പെടുന്നത്. പൗലോസ് 25-ാം വാക്യത്തിൽ ആർഗ്യൂ ചെയ്യുന്നത്, ന്യായപ്രമാണം അനുസരിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾ ഈ മുറിച്ച അല്ലെങ്കിൽ ശരീരത്തിൽ ഉള്ള ഈ പരിച്ഛേദന കൊണ്ട് മീനിങ് ഇല്ല. എക്സ്റ്റേണൽ
എക്സ്റ്റേണൽ കാര്യം കൊണ്ട് ദൈവമുൻപാകെ രക്ഷപ്പെടാമെന്ന് ചിന്തിക്കുന്ന യഹൂദനോട് പറയാണ്, എക്സ്റ്റേണൽ സൈനിലല്ല വിടുതൽ. എക്സ്റ്റേണൽ സൈൻ പ്രയോജനപ്പെടണമെങ്കിൽ ഇന്റേണലി ഒരു മാറ്റം വരണം. അതാണ് പോയിന്റ്. അപ്പം സർക്കംസിഷൻ ന്യായപ്രമാണം പോലെ യഹൂദന്മാരുടെ ഒരു വലിയ പദവിയെ കാണിക്കുന്നതാണ്. എന്താണ് പദവി? ഞങ്ങളാണ് ഈ ലോകത്തിൽ വെച്ച് ദൈവം തിരഞ്ഞെടുത്തവരും ഞങ്ങളുമായിട്ടാണ് ജീവനുള്ള ദൈവം ഉടമ്പടി ചെയ്തിരിക്കുന്നത്. സർക്കംസിഷൻ ഈസ് എ സൈൻ ഓഫ് ദ covenant that God had with Abraham. അത് ഉൽപ്പത്തി പുസ്തകം 17 ഞാൻ അല്പസമയം കഴിയുമ്പോൾ അങ്ങോട്ട് വരാം. ഇറ്റ് വാസ് എ സൈൻ. നമുക്കൊത്തിരി കാര്യങ്ങളുണ്ടല്ലോ അങ്ങനെ എക്സ്റ്റേണൽ അല്ലേ. പിന്നീട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. സ്നാനം, കർത്തൃമേശ, അതിൽ തന്നെ വിടുതലില്ല. വെള്ളത്തിലിറങ്ങി സ്നാനപ്പെട്ട ഉടനെ സ്നാനപ്പെട്ടു കേട്ടോ, മോൻ സ്നാനപ്പെട്ടു, മോൾ സ്നാനപ്പെട്ടു, സോ വാട്ട്? അകത്ത് വന്ന മാറ്റത്തിൻ്റെ സൈനാണത്. ഞാൻ ലോർഡ് സപ്പർ എടുക്കും, ഒരു കുഴപ്പമില്ല. ലോർഡ് സപ്പർ വെക്കും, ലോർഡ് സപ്പർ. അതിൽ തന്നെയല്ല വിടുതൽ. വിശ്വാസത്താൽ അതെന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്ന ബോധ്യത്തിൽ അകത്ത് നടക്കുന്ന മാറ്റത്തിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഇതായിരുന്നു യഹൂദനും പറ്റിയത്. ഒത്തിരി ആളുകൾ എന്ത് ചെയ്യും, ഞാൻ സ്നാനപ്പെട്ടു, 10 വർഷം മുമ്പ് സ്നാനപ്പെട്ടതാ. അതിനകത്ത് എന്താണ്? സ്നാനത്തിന് വില കുറയ്ക്കുകയല്ല, സ്നാനം കൽപ്പനയാണ്. സ്നാനപ്പെടണം. ആര്? രക്ഷിക്കപ്പെട്ടവൻ. ഈ അകത്ത് നടന്ന ക്രിയയാണ് പുറത്തെ എക്സ്റ്റേണൽ സ്നാനത്തിൽ നമ്മൾ ആളുകളോട് സാക്ഷീകരിക്കുന്നത്. അപ്പം ദൈവവും ഞങ്ങളുമായിട്ട് ഉടമ്പടി ബന്ധമുണ്ട് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയാണ് പരിച്ഛേദന. പക്ഷേ അതിൽ തന്നെ വിടുതലല്ല. ഇപ്പം യഹൂദൻ്റെ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത്, ഈ പരിച്ഛേദനയുടെ ചിഹ്നം അത് യഹൂദന്മാർക്ക് മാത്രമേ ഉള്ളൂ, വേറെ ലോകത്തിൽ ആർക്കുമില്ല. മാത്രമല്ല, മോശയുടെ ന്യായപ്രമാണം കിട്ടുന്നതിന് മുൻപ് ഞങ്ങൾക്ക് പരിച്ഛേദന ദൈവം തന്നതാ. ആ നിലയിൽ മോശയേക്കാൾ പോലും ഇതിനോടുള്ള ബന്ധത്തിൽ അബ്രഹാം വലിയവനാ. ന്യായപ്രമാണം കിട്ടുന്നതിന് മുമ്പ് ദൈവം ഞങ്ങളോട് ആവശ്യപ്പെട്ടതാണ്. അതവൻ്റെ വലിയ പദവിയാണ്. എന്നിട്ട് ദൈവം ഞങ്ങളെ നരകത്തിലിടുമെന്നാണോ നിങ്ങൾ ഈ പറയുന്നത്? അതാണ് യഹൂദൻ്റെ ആർഗ്യുമെൻ്റ്. അപ്പം എന്താണ് പൗലോസേ അങ്ങ് പറയുന്നത്? ഞങ്ങൾ ദൈവത്തിൻ്റെ കോപത്തിൻ്റെ കീഴിലാണ്. ദൈവം തന്നെ ഞങ്ങളെ ഒരു ജാതിയാക്കി എഴുന്നേൽപ്പിക്കുന്നു, എന്നിട്ട് ദൈവം ഞങ്ങളെ നശിപ്പിക്കുമോ? ഇതാണ് ഇവരുടെ ചിന്ത. അങ്ങനെ ദൈവം തൻ്റെ സ്വന്തം ജനത്തിനെതിരെ ദൈവത്തിൻ്റെ ക്രോധവും കോപവും അഴിച്ചു വിടുമോ? ഒരിക്കലുമില്ല പൗലോസ്. ഇതായിരുന്നു ഇവരുടെ ഫോൾസ് സെക്യൂരിറ്റി. അതാണ് പൗലോസ് ഖണ്ഡിക്കുന്നത്. അവരെ സംബന്ധിച്ചോളം അതവർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ്. ഇവരുടെ ഇടയിൽ, യഹൂദന്മാരുടെ ഇടയിൽ, ഇവരുടെ പഠിപ്പിക്കലുകളിൽ കുറച്ച് പാളിച്ച ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ പരിച്ഛേദനയുള്ള ബന്ധത്തിലാണ് പറയുന്നത്. ഇവരുടെ റബ്ബിമാർ പഠിപ്പിച്ചത്, നോ ജൂ ഹു ഹാസ് ബീൻ സർക്കംസൈസ്ഡ് വിൽ എവർ ഗോ ടു ഹെൽ. നിങ്ങൾ പരിച്ഛേദന ഏറ്റിട്ടുണ്ടോ, നിങ്ങൾ നരകത്തിൽ പോകത്തില്ല. ഇതവർ ചിന്തിച്ചു. വേറെ ഒരു റബി പറഞ്ഞത്, നരകത്തിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തുന്നതാണ് പരിച്ഛേദന. അപ്പം ഇതൊക്കെയാണ് തലച്ചോറ് പിടിച്ചിരിക്കുന്നത്. മാത്രമല്ല, അവരുടെ എബ്രായ കമൻട്രികൾ, അതായത് മിദ്രാഷിൽ പറയുന്നത്, നരക കവാടത്തിൽ അബ്രഹാം ഇരിപ്പുണ്ട്, പരിച്ഛേദനയുള്ള ഒറ്റ യഹൂദനെ
ആ നരകത്തിൽ പോകാൻ അബ്രഹാം അനുവദിക്കത്തില്ല. ഇത് അബ്രഹാമിനോട് ദൈവം പറഞ്ഞ കാര്യമാണ്. ഇങ്ങനെയുള്ള പഠിപ്പിക്കൽ ഇവരുടെ അകത്തുണ്ട്. ഇതാണ് ഇവരുടെ അകത്ത് പിടിച്ചിരിക്കുന്നത്. ഞാനൊരു യഹൂദനാണ്, ഐ വിൽ നെവർ ഗോ ടു ഹെൽ. ദിസ് ഈസ് എക്സാക്ട്ലി വാട്ട് ഈസ് റോങ് വിത്ത് പെന്തക്കോസ്റ്റ്. പെന്തക്കോസ്റ്റുകാർ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് പെന്തക്കോസ്റ്റ് വന്നുകൊണ്ട് സ്വർഗത്തിൽ പോകുന്നത്. ക്രൈസ്തവർ ഡേഞ്ചറിലാണ്. പെന്തക്കോസ്റ്റൽസ് ആർ ഇൻ ഡേഞ്ചർ. ന്യൂ ലൈഫ് ഏജിയിലുള്ള പ്രിയപ്പെട്ടവർ, വി ആർ ഇൻ ഡേഞ്ചർ. വചനം മനസ്സിലാക്കുന്നത് നല്ലതാണ്. വചനം ചിന്തിക്കണം, ധ്യാനിക്കണം, പഠിക്കണം. എല്ലാറ്റിലും ഉപരി മനസ്സിലായത് പ്രായോഗികമാക്കണം. പ്രായോഗികമാക്കുന്നില്ലെങ്കിൽ എക്സ്റ്റേണലായുള്ള കാര്യം കൊണ്ട് ഞാൻ ഇന്നടത്തെ അംഗത്വം എനിക്കുണ്ട്. അംഗത്വം ഉണ്ടെങ്കിൽ എന്താണ്? ഇത് ദൈവമക്കൾ ശരിക്കും മനസ്സിലാക്കണം. ഇനി നമ്മൾ ആ 25 മുതൽ 29 വാക്യം ഒന്നുകൂടെ നമ്മളൊന്ന് അതിനകത്തോട്ടൊന്ന് ഇറങ്ങുമ്പോൾ ഞാൻ അതിനെ രണ്ട് മൂന്നായിട്ടൊന്ന് തിരിക്കാൻ വേണമെങ്കിൽ 25 വാക്യത്തിൽ പരിച്ഛേദനക്കാരെക്കുറിച്ചും 26, 27 വാക്യങ്ങളിൽ അഗ്രകർമ്മികളെക്കുറിച്ചും 28, 29 വാക്യങ്ങളിൽ ശരിയായ പരിച്ഛേദന, ദ ട്രൂ സർക്കംസിഷനെ കുറിച്ചുമാണ് പോള് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിന് 25 വാക്യം ശ്രദ്ധിക്കുക. നീ ന്യായപ്രമാണം ആചരിച്ചാൽ പരിച്ഛേദന പ്രയോജനമുള്ളത് സത്യം. ന്യായപ്രമാണം ലംഘിയായാലോ നിന്റെ പരിച്ഛേദന അഗ്രചർമ്മമായി തീർന്നു. നമുക്ക് അല്പസമയം അവിടെ നിൽക്കാം. ശ്രദ്ധിക്കണം, 23, 24 വാക്യത്തിൽ പൗലോസ് പറഞ്ഞത്, നിങ്ങൾ ഈ ദൈവവചനം അനുസരിക്കാത്തത് കൊണ്ട് നിങ്ങൾ നിമിത്തം ദൈവത്തിൻ്റെ നാമം ജാതികളുടെ ഇടയിൽ ദുഷിക്കപ്പെട്ടു. 25 നിങ്ങളുടെ അനുസരണക്കേട് കൊണ്ട് നിങ്ങളുടെ പരിച്ഛേദനയ്ക്ക് വിലയില്ലാതായി. 25 വാക്യത്തിൻ്റെ ആദ്യ ഭാഗം, നീ ന്യായപ്രമാണം ആചരിച്ചാൽ പരിച്ഛേദന പ്രയോജനമുള്ളത് സത്യം. അത്രയും മാത്രം ചിന്തിക്കുക. എന്താണ് അതിൻ്റെ അർത്ഥം? യഹൂദനോട് പറയാ. അപ്പം പരിച്ഛേദന പ്രയോജനമുള്ളതാണെന്നുള്ള കാര്യം പൗലോസ് തള്ളിക്കളയുന്നില്ല. പക്ഷെ എപ്പോഴാ പ്രയോജനമുള്ളത്? അനുസരിക്കുമ്പോഴാ. വചനം അനുസരിച്ചില്ലല്ലോ, ഒരു വാലിഡിറ്റിയും ഇല്ല. ഇറ്റ്സ് നോട്ട് വാലിഡ്. അതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പം പരിച്ഛേദന യഹൂദന് ദൈവം അല്ല തന്നത്. ഇതൊന്നുമല്ല തീസീസ്, ദൈവമാണ് കൊടുത്തത്. അനുസരിക്കുന്നുണ്ടെങ്കിൽ പ്രയോജനമുള്ളത് സത്യം. അപ്പം ശരിയായ പരിച്ഛേദനയ്ക്ക് വളരെ വാല്യൂ ഉണ്ട്. എന്നാൽ ഞാൻ ഒന്നുകൂടെ പറയാം, അനുസരിക്കുമ്പോഴാണ് വാല്യൂ. പരിച്ഛേദനയ്ക്ക് അതിൽ തന്നെ വാല്യൂ ഇല്ല. Yeah, I got the circumcision, but are you obeying God's word? If so, it is meaningful. If not, meaningless. ഇനി അതിൻ്റെ ആ വചനത്തിൻ്റെ 2ാം ഭാഗം, നീ ന്യായപ്രമാണം ആചരിച്ചാൽ പരിച്ഛേദന പ്രയോജനമുള്ളത് സത്യം. ന്യായപ്രമാണം ആചരിച്ചാൽ, നീ ന്യായപ്രമാണം ആചരിച്ചാൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനം അനുസരിച്ചാൽ. അപ്പോൾ സർക്കംസിഷൻ ഇസ് ദ സൈൻ ഓഫ് ദ കവനന്റ് മെമ്പർഷിപ്പ് ദാറ്റ് ഡിമാൻഡ്സ് ഒബീഡിയൻസ്. നമ്മളിപ്പോൾ ഗലാത്യ ലേഖനം പഠിച്ചുകൊണ്ടിരിക്കുക. ഒരു വാക്യം, ഗലാത്യ ലേഖനം 5-ാം അധ്യായം 3-ാം വാക്യം, പരിച്ഛേദന ഏൽക്കുന്ന ഏതു മനുഷ്യനോടും അവൻ ന്യായപ്രമാണം മുഴുവനും നിവർത്തിപ്പാൻ കടംപെട്ടിരിക്കുന്നു എന്ന് ഞാൻ പിന്നെയും സാക്ഷീകരിക്കുന്നു. ഇവിടെ ട്വിസ്റ്റ് നമ്മൾ മനസ്സിലാക്കണം. ശരിക്കും പറഞ്ഞാൽ സെക്യൂരിറ്റിക്ക് പകരം ഇൻസെക്യൂരിറ്റിയാ ഇവിടെ. പരിച്ഛേദന ഉണ്ടോ? എന്നാ പിന്നെ ഇത് മുഴുവൻ അനുസരിച്ചാലേ ഒക്കൂ. അവൻ ചിന്തിച്ചിരിക്കുന്നത് എന്തുവാ? ഈ സൈൻ ഉള്ളതുകൊണ്ട് പോകാമെന്നാ. നിങ്ങൾ ആ ഗലാത്യ ലേഖനത്തിലെ വാക്യം കണ്ടോ? ശരിക്കും അവർ സെക്യൂർ ആയിരിക്കുന്നത്. Oh, we got circumcision, brother. You are saying we'll be condemned? Absolutely no. പക്ഷെ സർക്കംസിഷൻ ഉണ്ടെങ്കിൽ
ഇൻസെക്യൂർ ആകുന്നത്. എന്താ വാക്യം പറയുന്നത്? അവൻ ന്യായപ്രമാണം മുഴുവനും നിവർത്തിപ്പാൻ കടംപെട്ടിരിക്കുന്നു എന്ന് ഞാൻ പിന്നെയും സാക്ഷീകരിക്കുന്നു. അപ്പോൾ വിശ്വസ്തരായ അനുസരിക്കുന്ന യഹൂദന് പരിച്ഛേദന ദൈവത്തിൻ്റെ ഉടമ്പടിയുടെ ഒരു സിംബളാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ അനുഗ്രഹം, ദൈവത്തിൻ്റെ സംരക്ഷണം എന്നിങ്ങനെയുള്ളൊരു കാര്യങ്ങളുടെ ഉറപ്പാണ് അനുസരിക്കുന്നെങ്കിൽ. എന്നാൽ പരിച്ഛേദനയേറ്റ യഹൂദൻ അവൻ ന്യായപ്രമാണത്തിൽ നിന്ന് സ്വതന്ത്രനാണെന്ന് ചിന്തിക്കരുത്. ഹി ഈസ് നോട്ട് ഫ്രീ ഫ്രം ദ ലോ. അതാണ് ഇവർക്ക് പറ്റിയത്. ദൈവിക ഉടമ്പടിയുടെ ഭാഗമാണെന്ന് മാത്രമേ ഉള്ളൂ. ഉടമ്പടിയുടെ ഭാഗമാണെങ്കിൽ ന്യായപ്രമാണം മുഴുവനും അനുസരിക്കാൻ ഉത്തരവാദിത്വമുണ്ട്. അപ്പൊ ശരിക്കും ശ്രദ്ധിച്ചാൽ ഈ സർക്കംസിഷൻ ഒരു ഭയങ്കര ഇൻസെക്യൂർ കാര്യമാണ്. സ്നാനപ്പെട്ടോ? പെട്ടെങ്കിൽ അനുദിനം വചനത്തിൽ നിൽക്കണം. അല്ലെങ്കിൽ വെറുതെ സ്നാനപ്പെട്ടെന്നേ ഉള്ളൂ, വെള്ളത്തിലൊന്ന് മുങ്ങി കുളിച്ചെന്നേ ഉള്ളൂ, മീനിങ്ലെസ്. അപ്പം പരിച്ഛേദന എന്ന് പറയുന്നത് ഒരു പുറത്തെ സൈനാണ്. അവര് രക്ഷിക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ അടയാളമല്ല, ദൈവവുമായിട്ടുള്ള ഉടമ്പടിയുടെ സൈനാണ്. പരിച്ഛേദനയുള്ളവർ നിർബന്ധമായി ന്യായപ്രമാണം അനുസരിക്കണം. ന്യായപ്രമാണം അനുസരിച്ചാൽ ഈ ചിഹ്നത്തിന് സ്ഥാനമുണ്ട്, അല്ലെങ്കിൽ അവർ രക്ഷപ്പെടത്തില്ല. എത്ര ലോജിക്കലായി ക്ലിയറായി വചന അടിസ്ഥാനത്തിലാണ് പോൾ ആർഗ്യൂ ചെയ്യുന്നത്. തിരിച്ചൊന്നും പറയാനൊക്കത്തില്ല. അപ്പൊ ശരിക്കും നമ്മൾ ഇതിനെ മനസ്സിലായാൽ ഈ പരിച്ഛേദന അവരുടെ ലോസ്റ്റ്നെസ്, അവർ കൈവിടപ്പെട്ടു പോയി എന്നുള്ളതിൻ്റെ ചിഹ്നമാണ്. ന്യായപ്രമാണം ആർക്കനുസരിക്കാൻ കഴിയും? ന്യായപ്രമാണം മുഴുവനും അനുസരിച്ചാൽ ഇതിന് വാല്യൂ ഉണ്ട്. അപ്പൊ ശരിക്കും പരിച്ഛേദന ഒരു യഹൂദനുണ്ടെങ്കിൽ ഹീസ് എ ലോസ്റ്റ് പേഴ്സൺ. ഹി നീഡ്സ് റിഡംഷൻ. ഇതവനെ എല്ലാ ദിവസവും അവൻ്റെ മനസ്സിൽ വരേണ്ടതാണ്. അതൊരു കോൺസ്റ്റന്റ് റിമൈൻഡറാണ്. ഞാൻ ന്യായപ്രമാണം അനുസരിക്കേണ്ടവനാണ്. എനിക്കത് കഴിയുന്നില്ല. കേവലം ഈ സർക്കംസിഷൻ മാത്രമേ ഉള്ളൂ. അതൊരു സെക്യൂരിറ്റി അല്ല. അത് ദൈവത്തിൻ്റെ ന്യായവിധിക്കെതിരെയുള്ള ഇൻഷുറൻസ് അല്ല. ഇനി ആ വാക്യം തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചേ. ന്യായപ്രമാണ ലംഘിയായാലോ നിന്റെ പരിച്ഛേദന അഗ്രചർമ്മമായി തീർന്നു. ശ്രദ്ധിച്ചേ, സർക്കംസിഷൻ വേണ്ടെന്നാണോ പോൾ പറയുന്നത്? അല്ല. ദൈവത്തിൽ നിന്നല്ല എന്നാണോ പറയുന്നത്? അല്ല. ദൈവം നിങ്ങൾക്ക് തന്നതാ. നിങ്ങളും ദൈവവുമായിട്ടുള്ള ഉടമ്പടിയുടെ സൂചനയാണ്. പക്ഷേ ഈ ഉടമ്പടി കാണിക്കുന്നത് നിങ്ങൾ വചനമെല്ലാം അനുസരിക്കണമെന്നാണ്. അടുത്തതിൽ ന്യായപ്രമാണ ലംഘിയായാൽ, നിങ്ങൾ വചനം അനുസരിക്കാത്തവരാണെങ്കിൽ നിന്റെ പരിച്ഛേദന അഗ്രചർമ്മമാണെന്ന് പറഞ്ഞാൽ ലൈക്ക് അൺസർക്കംസൈസ്ഡ്. സർക്കംസിഷൻ മൈനസ് ഒബീഡിയൻസ് ഈക്വൽസ് അൺസർക്കംസിഷൻ. ഇത് നമുക്ക് അപ്ലൈ ചെയ്തു ഇന്നത്തെ സിമ്പിൾസിനോടുള്ള സ്നാനം, ലോർഡ് സപ്പർ എല്ലാമായിട്ട്, അല്ലെങ്കിൽ സഭാ അംഗത്വം എടുക്കുന്നതിനായിട്ട്. ഒരുപാട് പേര് ചിന്തിച്ചിരിക്കുന്ന വേറെയൊക്കെയാണ്. നാം നമ്മെ തന്നെ ചതിക്കരുത്, വഞ്ചിക്കരുത്. ഇനി ഇവര് ന്യായപ്രമാണം ലംഘിക്കുന്നവരാണെന്ന് എങ്ങനെ അറിയാം? 21, 22 വാക്യങ്ങളിൽ എത്ര കൃത്യമായിട്ട്, ഹേ അന്യനെ ഉപദേശിക്കുന്നവനെ, നീ നിന്നെ തന്നെ ഉപദേശിക്കാത്തതെന്ത്? മോഷ്ടിക്കരുതെന്ന് പ്രസംഗിക്കുന്ന നീ മോഷ്ടിക്കുന്നുവോ? വ്യഭിചാരം ചെയ്യരുതെന്ന് പറയുന്ന നീ വ്യഭിചാരം ചെയ്യുന്നുവോ? വിഗ്രഹങ്ങളെ വെറുക്കുന്ന നീ ക്ഷേത്രം കവർച്ച ചെയ്യുന്നുവോ? അപ്പോൾ ന്യായപ്രമാണം അവര് ലംഘിക്കുന്നവരാണ് എന്ന് നേരത്തെ തന്നെ തെളിയിച്ചു കഴിഞ്ഞു. അവരുടെ ഈ പരിച്ഛേദനയിൽ പ്രൗഡായി നിന്നിട്ട് കാര്യമില്ല. അവർ സ്വർഗത്തിൽ പോകില്ല. അവരുടെ മേൽ ദൈവത്തിന്റെ കോപമുണ്ട്. അവർക്ക് സുവിശേഷം ആവശ്യമാണ്. അവർക്ക് യേശുക്രിസ്തുവിനോടുള്ള രക്ഷ ആവശ്യമാണ്.
ഇതാണ് പൗലോസ് ഇവിടെ കൊണ്ടുവരുന്ന വലിയ വിഷയം. ഈ പരിച്ഛേദനയെക്കുറിച്ച് ഞാൻ മുമ്പ് ഒന്ന് പറഞ്ഞു. മോശയുടെ ന്യായപ്രമാണത്തിന് മുൻപ് തന്നെ പരിച്ഛേദന ഉണ്ടായിരുന്നു. അത് ഉൽപ്പത്തി പുസ്തകം 17:9 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിലാണ്. ഞാനതൊന്ന് വായിക്കാം. എന്താ പരിച്ഛേദന എന്നൊക്കെയുള്ളത് ഞാൻ തെളിച്ചിപ്പോൾ പറയാൻ പോവുക. പരിച്ഛേദന എന്താ, എന്തിനാ പരിച്ഛേദന, എല്ലാം അതിനകത്തുണ്ട്. ദൈവം പിന്നെയും അബ്രഹാമിനോട് അരുളി ചെയ്തത്, നീയും നിന്റെ ശേഷം തലമുറ തലമുറയായി നിന്റെ സന്തതിയും എൻ്റെ നിയമം പ്രമാണിക്കണം. ഈ നിയമം എന്നുള്ള വാക്ക് ആവർത്തിച്ച് വരും. നിയമം എന്നുള്ളതിനാണ് ഇംഗ്ലീഷിൽ കവനൻ്റ് എന്ന വാക്ക്, ഉടമ്പടി എന്ന വാക്ക്. നിയമം പ്രമാണിക്കണം. എനിക്കും നിങ്ങൾക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും മധ്യേ ഉള്ളതും നിങ്ങൾ പ്രമാണിക്കേണ്ടതുമായ എൻ്റെ നിയമം ആവിത്: നിങ്ങളിൽ പുരുഷപ്രജയൊക്കെയും പരിച്ഛേദനയേൽക്കണം. ഞാൻ അവിടേക്ക് വരാം. പുരുഷപ്രജയാണ് പരിച്ഛേദനയേൽക്കേണ്ടത്. നിങ്ങളുടെ അഗ്രചർമ്മം പരിച്ഛേദന ചെയ്യണം. അത് എനിക്കും നിങ്ങൾക്കും മധ്യയുള്ള നിയമത്തിൻ്റെ അടയാളമാണ്. ഇറ്റ് ഈസ് എ സിമ്പിൾ സൈൻ. തലമുറ തലമുറയായി നിങ്ങളിൽ പുരുഷപ്രജയൊക്കെയും 8 ദിവസം പ്രായമാകുമ്പോൾ പരിച്ഛേദനയേൽക്കണം. വീട്ടിൽ ജനിച്ച ദാസനായാലും നിന്റെ സന്തതിയിലല്ലാത്തവനായി അന്യനോട് വിലയ്ക്ക് വാങ്ങിയവനായാലും ശരി, നിന്റെ വീട്ടിൽ ജനിച്ച ദാസനും നീ വില കൊടുത്ത് വാങ്ങിയവനും പരിച്ഛേദനയേറ്റേ കഴിയൂ. എൻ്റെ നിയമം നിങ്ങളുടെ ദേഹത്തിൽ നിത്യനിയമമായിരിക്കും. അഗ്രചർമ്മിയായ പുരുഷപ്രജയെ പരിച്ഛേദന ഏൽക്കാതിരുന്നാൽ ജനത്തിൽ നിന്ന് ഛേദിച്ച് കളയണം. അവൻ എൻ്റെ നിയമം ലംഘിച്ചിരിക്കുന്നു. അപ്പം നിയമം എന്ന വാക്ക് നോട്ട് ചെയ്യണം. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ 17-ാം അധ്യായത്തിൽ വായിച്ചത് മാത്രമല്ല നിയമം, ഈ ഒരു വിഷയമല്ല. ഉൽപ്പത്തി പുസ്തകം 12:1 മുതൽ 3 വരെയുള്ള വാക്യം, 15-ാം അധ്യായം 1 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ ദൈവം അബ്രഹാമിനോട് ഉടമ്പടി ബന്ധത്തിൽ ഏർപ്പെട്ടു. അതിൻ്റെ ചിഹ്നമാണ് എന്തായിരിക്കണമെന്നുള്ളത് 17-ാമത്തെ അധ്യായത്തിൽ ദൈവം പറയുന്നത്. അപ്പം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ജാതികളിൽ നിന്നും ദൈവം ഇവരെ തിരഞ്ഞെടുത്തെന്നുള്ളതിൻ്റെ സൈനാണ്. ഇനി ഇവിടെ നിന്ന് നിങ്ങളുടെ അഗ്രചർമ്മം പരിച്ഛേദന ചെയ്യണം. പരിച്ഛേദന, സർക്കംസൈസ് എന്ന വാക്കെടുത്താൽ അതിൻ്റെ അർത്ഥം ടു കട്ട് അറൗണ്ട്, വട്ടത്തിൽ മുറിക്കുക എന്നതാണ്. ഒരു വളരെ ഷാർപ്പായിട്ടുള്ള കത്തിയെടുത്ത് പുരുഷപ്രജയുടെ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ്റെ ഫോർസ്കിൻ കട്ട് ചെയ്യണം. ഇതാണ് ദൈവത്തിൻ്റെ നിയമം. അബ്രഹാം വളരെ പ്രായമുള്ളവനായിട്ടാണ് അത് ചെയ്തത്. ചിലർ ഈ പരിച്ഛേദന എന്താ പരിച്ഛേദന, ഇതാ പരിച്ഛേദന. അത് 11-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗത്തിൽ ഞാൻ പറഞ്ഞത്. 11-ന്റെ 2-ാം ഭാഗം. എന്തിനാണ് ഈ പരിച്ഛേദന? അത് എനിക്കും നിങ്ങൾക്കും മധ്യയുള്ള നിയമത്തിൻ്റെ അടയാളമാകുന്നു. അതാണ് പർപ്പസ്. 12-ാം വാക്യം. എന്നാണ് ഈ പുരുഷപ്രജയെ പരിച്ഛേദന ചെയ്യേണ്ടത്? തലമുറ തലമുറയായി നിങ്ങളിൽ പുരുഷപ്രജയൊക്കെയും 8 ദിവസം പ്രായമാകുമ്പോൾ. 8 days മാത്രം. ആ കുഞ്ഞിന് ഒന്നും അറിയത്തില്ല. ഇറ്റ് ഈസ് ജസ്റ്റ് എ സൈൻ ദാറ്റ് യു ആർ പാർട്ട് ഓഫ് ദ പീപ്പിൾ ഓഫ് ഗോഡ്. മറ്റുള്ളവരിൽ നിന്ന് വേർപെട്ടവനാണ് നീ എന്നറിയുന്ന ഒരു സൈനാണ്. ഇവൻ വചനം അനുസരിക്കണമെന്നാണ് ഇതിൻ്റെ അർത്ഥം. പക്ഷേ യഹൂദന് പറ്റിയത് ഈ സൈൻ വിടുതലാണ്. നീ ചിന്തിച്ചു, അതുകൊണ്ട് ദൈവം എന്നെ ന്യായം വിധിക്കത്തില്ലെന്ന് ചിന്തിച്ചു. 8-ാമത്തെ ദിവസം. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ഞാൻ പറയാൻ കാര്യം, ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങളൊക്കെ വായിച്ചിട്ടുള്ളൊരു കാര്യമാണ്.
പുറപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 24 മുതൽ 26 വരെ മോശയുടെ ജീവിതത്തിലൊരു സംഭവം നടന്നു. അത് വേണേ ഒന്ന് വായിച്ചോളൂ. സിപ്പോറ മോശയുടെ ഭാര്യ അടിയന്തരമായി കുഞ്ഞുങ്ങളെ പരിച്ഛേദന ഉടൻ ചെയ്തു. അല്ലായിരുന്നെങ്കിൽ ദൈവം കൊന്നു കളഞ്ഞേനെ മോശയെ. അപ്പോൾ ഇറ്റ് വാസ് സോ ഇമ്പോർട്ടൻറ്റ് സർക്കംസിഷൻ. പെട്ടെന്ന് വായിച്ചു 24 മുതൽ 26 വരെയുള്ള വാക്യം. എന്നാൽ വഴിയിൽ സത്രത്തിൽ വെച്ച് യഹോവ അവനെ എതിരിട്ട് കൊല്ലുവാൻ ഭാവിച്ചു. അപ്പോൾ സിപ്പോറ ഒരു കൽക്കത്തി എടുത്ത് തന്റെ മകന്റെ അഗ്രചർമ്മം ഛേദിച്ച് അവന്റെ കാൽക്കലിട്ടു. നീ എനിക്ക് രക്തമണവാളൻ എന്ന് പറഞ്ഞു. ഇങ്ങനെ അവൻ അവനെ വിട്ടൊഴിഞ്ഞു. ആ സമയത്താകുന്നു അവൾ പരിച്ഛേദന നിമിത്തം രക്തമണവാളൻ എന്ന് പറഞ്ഞത്. ഭർത്താവിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി അടിയന്തരമായി ചെയ്തതാ. ഇത് കാണിക്കുന്ന എന്താ? ഗോഡ്സ് ആറ്റിറ്റ്യൂഡ്. ലംഘിച്ചാൽ ദൈവം കർശനമായി ഇടപെടും. അപ്പോൾ 8th ഡേയിൽ മെയിലിനെയാണ് ചെയ്യുന്നത്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ ഐഹിക ജീവിതത്തിൽ അവിടുന്ന് ഒരു യഹൂദനായിരുന്നു. 8ാം ദിവസം പരിച്ഛേദനയേറ്റു. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർ 3:5 പറയുന്നത്, Paul was circumcised. If you are a Jew, you have to be circumcised in your body. It is a sign in your body that you are part of the covenant people. ഇനി കേൾക്കണം, മോശയ്ക്ക് വളരെ മുൻപാണിത് കൊടുത്തത്. എങ്കിലും ന്യായപ്രമാണം കൊടുത്തപ്പോൾ ഈ വിഷയം ന്യായപ്രമാണത്തിൻ്റെ ഭാഗമായിരുന്നു. ലേവ്യ പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം, 8ാം ദിവസം അവൻ്റെ അഗ്രചർമ്മം പരിച്ഛേദന ചെയ്യണം. It was part of the law of Moses. ഇപ്പം ഞാനിവിടെ ഇപ്പോൾ പറഞ്ഞത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ്. യഹൂദൻ്റെ ആർഗ്യുമെൻ്റ് ഞാൻ നിങ്ങളോട് പറഞ്ഞു. അതിനുശേഷം പരിച്ഛേദന എങ്ങനെ വന്നു എന്ന കാര്യം ഞാൻ അല്പമായി, ഇത് വളരെ വിശദീകരിക്കേണ്ടതാണ്. ബൈബിളിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരുപാട് പരിച്ഛേദനയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. ഇനി ഈ പരിച്ഛേദന ഒരു മെറ്റഫോറാണ്. നമ്മൾ ദൈവവചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതൊരു സാദൃശ്യമാണ്. എന്തിൻ്റെ? ആത്മീക യാഥാർത്ഥ്യത്തിൻ്റെ ഒരു ചിഹ്നമാണ്. ഇറ്റ്സ് എ മെറ്റഫോർ. ഒരു സ്പിരിച്വൽ റിയാലിറ്റിയെ കാണിക്കുന്നതാണ്. ആ റിയാലിറ്റി എന്താണ്? ഹൃദയത്തിനകത്തൊരു പരിച്ഛേദന നടക്കണം. ഹൃദയത്തിൽ മാറ്റം വരണം. ഇതുപോലെ ഹൃദയത്തിൽ കത്തി കൊണ്ട് എന്നതുപോലെ ഹൃദയത്തിൻ്റെ ഫോർസ്കിൻ, തടിച്ചിരിക്കുന്ന ഫോർസ്കിൻ കട്ട് ചെയ്യണം. എങ്ങനെ? ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയുള്ള ദൈവത്തിൻ്റെ വചനം പരിശുദ്ധാത്മാവ് എടുത്ത് തടിച്ചിരിക്കുന്ന ഹൃദയത്തിനകത്ത് എന്ന് ഓപ്പറേറ്റ് ചെയ്ത് കട്ട് ചെയ്യും. ഇതാണ് 1-ാമത്തെ പ്രസംഗത്തിൽ പീറ്റർ പ്രസംഗിക്കുമ്പോൾ ഹൃദയത്തിൽ അവർക്ക് മുറിവുണ്ടായി. They were cut to the heart. That's what the Holy Spirit does. അത് മെറ്റഫോറിക്കലായി നമുക്ക് അക്ഷരികമായി നടക്കുന്ന ഈ ശാരീരികമായ സർക്കംസിഷനിൽ നിന്ന് ഗ്രഹിപ്പാനായിട്ട് കഴിയും. പ്രൈസ് ദ ലോർഡ്. അപ്പം അതാണ് നമ്മുടെ മനസ്സിൽ ഇരിക്കേണ്ടത്. അപ്പം ഇവിടെ ഒരു പിക്ചർ, ഒരു റിയാലിറ്റിയുടെയാണ്. ഹൃദയമാണ് പിയേഴ്സ്ഡ് ആകേണ്ടത്, ഹൃദയമാണ് കട്ടാകേണ്ടത് ദൈവത്തിൻ്റെ വചനത്താൽ. അപ്പോൾ ശരിക്കും ഹൃദയം അങ്ങനെ മുറിപ്പെട്ട്, വചനത്താൽ മുറിപ്പെട്ട് പാപബോധം വന്ന് ആള് രക്ഷിക്കപ്പെടുന്ന അനുഭവത്തെ സൂചിപ്പിക്കുന്ന പ്രയോഗമാണ് സർക്കംസിഷൻ. ആത്മീകമായി അതിനെ ചിന്തിക്കുമ്പോൾ സ്പിരിച്വൽ സർക്കംസിഷൻ. അപ്പം ഈ ഒരു ഞാൻ ഇപ്പോൾ പറഞ്ഞ ഇത്
ഈ അക്ഷരിക കാര്യം ഒരു ആത്മീക കാര്യത്തെ സൂചിപ്പിക്കുന്നു എന്നുള്ളത് ബൈബിളിൽ ഉടനീളം കാണാമെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ സാമ്പിളുകൾ തരാൻ പോവാം. 1 ലേവ്യ പുസ്തകം 26:41 വായിക്കാം. അവർ എനിക്ക് വിരോധമായി നടന്നതുകൊണ്ട് ഞാനും അവർക്ക് വിരോധമായി നടന്ന് അവരെ ശത്രുക്കളുടെ ദേശത്ത് വരുത്തിയതും ഏറ്റുപറയുകയും അവരുടെ പരിച്ഛേദനയില്ലാത്ത ഹൃദയം അപ്പോൾ താഴുകയും അവർ തങ്ങളുടെ അകൃത്യത്തിനുള്ള ശിക്ഷ അനുഭവിക്കുകയും ചെയ്താൽ. പുറത്തുണ്ട്, പക്ഷെ അകത്ത് പരിച്ഛേദനയില്ല. അപ്പോൾ ദൈവം ഇന്റന്റ് ചെയ്തത് എന്താ? വെറുതെ ഈ ഫോർസ്കിൻ ശരീരത്തിൽ നിന്ന് മാറ്റം മാത്രമല്ല, ഇതൊരു അടയാളമാകുമ്പോൾ ഇവന്റെ അകം മാറണം. ദൈവവചനത്താൽ ഇവൻ മാനസാന്തരപ്പെടണം, ക്രിസ്തുവിങ്കലേക്ക് നയിക്കപ്പെടണം, ഉള്ളിൽ ഇവൻ ചേഞ്ച്ഡ് ആകണം. വേറൊരു വേദഭാഗം ആവർത്തന പുസ്തകം 10:16 ആകയാൽ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അഗ്രചർമ്മം പരിച്ഛേദന ചെയ്യുവീൻ, ഇനിമേൽ ദുശാഠ്യമുള്ളവരാകരുത്. കണ്ടോ, അക്ഷരികമായ പരിച്ഛേദനയുണ്ട്, പക്ഷെ ഹൃദയത്തിൽ പരിച്ഛേദന ഉണ്ടാകണം. എന്നിട്ട് അതിനെ തുലനം ചെയ്തിരിക്കുന്നത് ദുശാഠ്യത്തോടാ. പരിച്ഛേദന ഉള്ളിൽ വരാതിരിക്കുന്നത് മത്സരിയാണ്. അവിടെ ദുശാഠ്യം എന്നുള്ളത് ശരിക്കും അത് മനസ്സിലാകാൻ ഒരു കാളയുടെ പുറത്ത് നുകം വെക്കാനായി അതിൻ്റെ മാസ്റ്റർ വരുമ്പോൾ കാള അതിൻ്റെ ഷോൾഡർ എടുത്ത് ഇങ്ങനെ പിടിക്കും. എന്താ? ഈ നുകം വെക്കാൻ അനുവദിക്കത്തില്ല എന്നതുപോലെയാണ് പരിച്ഛേദന ഇല്ലാത്ത ഹൃദയം, രക്ഷിക്കപ്പെടാത്ത നിന്റെ, മാനസാന്തരപ്പെടാത്ത നിന്റെ ഹൃദയം. എത്ര വചനം കേട്ടാലും മാനസാന്തരപ്പെടത്തില്ലെന്ന് കച്ച കെട്ടിയിരിക്കുക. ഇപ്പൊ ഈ അക്ഷരീകമായി ബോഡിയിൽ യഹൂദന്റെ മെയിൽ സന്തതികൾക്കുണ്ടായിരുന്നത് ഒരു വിലയേറിയ ആത്മീക സത്യത്തെ വിരൽ ചൂണ്ടുകയാണ്. അകത്താണ് ക്രിയ നടക്കേണ്ടത്. ആവർത്തന പുസ്തകം 10:16 ഞാൻ ഇവിടെ വായിച്ചത്. മരുഭൂമിയിലൂടെ വരുന്ന ആളുകളോട് മോശ പറയുന്ന കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ വായിച്ച് കേട്ടത്. ശരിക്കും ആവർത്തന പുസ്തകം എന്ന് പറഞ്ഞാൽ നിയമങ്ങളെല്ലാം ഒരു പ്രാവശ്യം കൂടെ മോസസ് മരണത്തിന് മുൻപ് മോസസ് കുറെ ഫെയർവെൽ മെസ്സേജുകൾ കൊടുക്കുക, ഈ പുതിയ തലമുറയോട് പറഞ്ഞ് മനസ്സിലാക്കുക ഇതൊക്കെ എന്താണെന്ന്. പരിച്ഛേദന എല്ലാവർക്കും ഉണ്ട്, പക്ഷെ അകത്ത് നടന്നിട്ടില്ല. അവർ മത്സരികളായിരുന്നു. പറഞ്ഞ് മനസ്സിലാക്കാണ് മോസസ്. അപ്പം അങ്ങനെ മത്സരികളായുള്ള ഒരാള് ദൈവരാജ്യത്തിൽ ഒരിക്കലും പോകത്തില്ല. 30-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം നോക്കിക്കേ. 30-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം. നീ ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിപ്പാൻ തക്കവണ്ണം നിന്റെ ദൈവമായ യഹോവ നിന്റെ ഹൃദയവും നിന്റെ സന്തതിയുടെ ഹൃദയവും പരിച്ഛേദന ചെയ്യും. അത് ദൈവമാ ചെയ്യുന്നത് അകത്ത്. അങ്ങനെ ചെയ്താൽ അതിന്റെ റിസൾട്ട് എന്നാ? നീ ദൈവത്തെ സ്നേഹിക്കും. എന്തോ മീനിങ് ഫുള്ള്. അപ്പൊ ഗോഡ് ഓൾവേസ് ഇന്റൻഡഡ് ദി ഇന്റേണൽ സർക്കംസിഷൻ. ഇവിടെ ഒരുപാട് കാര്യമുണ്ട്. ഹൃദയം അപ്പൊ പരിച്ഛേദന ഏറ്റിട്ടില്ലെങ്കിൽ ആത്മീകമായിട്ട് അവർ മരിച്ചവരാണ്, കൺവേർട്ട് ചെയ്യാത്തൊരു ഹൃദയമുള്ളവരാണ്, അവരിൽ ആത്മീക ജീവനില്ല. ഹൃദയത്തിൻ്റെ പരിച്ഛേദനയുടെ ആവശ്യകത നമ്മൾക്കിവിടെ കാണാം. കാരണം അതില്ലെങ്കിൽ ദൈവത്തിൽ നിന്നും ദൈവത്തിൻ്റെ ജീവനിൽ നിന്നും അകന്നിരിക്കുകയാണ്. ഹൃദയത്തിൻ്റെ പരിച്ഛേദന ദൈവത്തിൻ്റെ വചനത്താൽ ഉണ്ടായാൽ മാത്രമേ, എന്ന് പറഞ്ഞാൽ എന്താ, പുതിയ ജനന അനുഭവം, ആത്മാവിൻ്റെ പ്രവൃത്തി ഉണ്ടെങ്കിൽ മാത്രമേ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിപ്പാൻ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ പരതില്ല. നമ്മളെ വിഷയം വിടുകയൊന്നും വേണ്ട. പൗലോസ് യഹൂദനോട് പറയുകയാണ്, നിങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടായി, നിങ്ങൾ ചിന്തിക്കുന്ന ഈ ബാഹ്യമായിട്ടുള്ള കാര്യത്തിലാണ് എല്ലാ വിടുതലും ഇരിക്കുന്നതെന്ന്. ഈ ബാഹ്യമായ കാര്യം വളരെ മീനിങ് ഫുള്ളാണ്. വചനം അനുസരിക്കാതെ ഇത് മാത്രമേ ഉള്ളെങ്കിൽ സ്വർഗത്തിൽ പോകില്ല. ഇതിന് അർത്ഥമുണ്ടാകണമെങ്കിൽ നിങ്ങൾ ദൈവവചനം അനുസരിക്കണം, നിങ്ങൾ രക്ഷിക്കപ്പെടണം.
രക്ഷിക്കപ്പെടാത്ത ഒരാളിന് എങ്ങനെയാണ് ദൈവത്തിൻ്റെ വചനം അനുസരിക്കാൻ ഒക്കുന്നത്? അപ്പൊ സുവിശേഷത്തിൻ്റെ ആവശ്യകതയാണ് കാണുന്നത്. ബൈബിൾ പറയുന്ന സുവിശേഷത്താൽ അല്ലാതെ രക്ഷപ്പെടത്തില്ല. എന്നാ ചെയ്താലും രക്ഷപ്പെടത്തില്ല. വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു മെസ്സേജാണ്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം 4-ാം വാക്യം. ഒരുപാട് വചനങ്ങളുണ്ടെങ്കിലും ഞാൻ ഒന്ന് മാത്രം നിങ്ങളുടെ മുൻപിൽ വെക്കുകയാണ്. യഹൂദ പുരുഷന്മാരും യെരൂശലേം നിവാസികളുമായുള്ളോരെ, നിങ്ങളുടെ ദുഷ്പ്രവൃത്തികൾ നിമിത്തം എൻ്റെ കോപം തീ പോലെ ജ്വലിച്ച് ആർക്കും കെടുത്തികൂടാതെ വണ്ണം കത്താതിരിക്കേണ്ടതിന് നിങ്ങളെ തന്നെ യഹോവയ്ക്കായി പരിച്ഛേദന ചെയ്ത് നിങ്ങളുടെ ഹൃദയത്തിന്റെ അഗ്രചർമ്മം നീക്കിക്കളയുവിൻ. ഇവിടെ എല്ലാം ഇറ്റ് ഈസ് ടോക്കിംഗ് അബൌട്ട് സ്പിരിച്വൽ സർക്കംസിഷൻ. മറ്റേതുകൊണ്ട് മാത്രം പ്രയോജനമില്ല. ഇത് പഴയ നിയമത്തിൽ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. പുതിയ നിയമത്തിൽ ഇഷ്ടം പോലെയുണ്ട്. നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നു എന്ന് ഞാൻ ധരിക്കട്ടെ. ഇനി യിരെമ്യാ പ്രവചനം അതിനി എഴുതിയെടുത്താൽ മതി, വായിക്കേണ്ട. 9-ാം അധ്യായം 23 മുതൽ 26 വരെയുള്ള വേദഭാഗങ്ങൾ. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഗലാത്യർ 6:15 പരിച്ഛേദനയല്ല അഗ്രചർമ്മവുമല്ല പുതിയ സൃഷ്ടി അത്രേ കാര്യം. അതുകൊണ്ട് നമ്മൾ ഈ കാര്യം ശ്രദ്ധിക്കുമ്പോൾ ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാം, ഇനിയൊന്ന് ശ്രദ്ധിച്ചാട്ടെ. ഇതിൻ്റെ ഒരു പ്രാക്ടിക്കൽ കാര്യം ഞാൻ പറയാം. യഹൂദൻ മതപരമായ ഈ ആചാരം പോലെ ആക്കി ഇതിനെ. ദൈവം കൊടുത്ത ഇൻറ്റൻഷനുകൾ വിട്ടു. ഇറ്റ് ഈസ് എ റിലീജിയസ് റൈറ്റ്. നമുക്കിതുപോലെ ആയി. നമുക്ക് സുവിശേഷം ആവശ്യമാണ്. ലളിതമായി സുവിശേഷം കേൾക്കണം. സുവിശേഷത്തിൽ വിശ്വസിക്കാതെ പെന്തിക്കോസ്തുകാർ രക്ഷപ്പെടത്തില്ല. അവരെ പോലെ പെന്തിക്കോസ്തുകാരും ചിന്തിച്ചിരിക്കുന്നത് നമ്മൾ വേറൊരു ലെവലിലാന്നാ. അത് ലെവല് വിട്ടതിൻ്റെ ഒരു സൂചനയാണ്. നമ്മുടെ എന്താണ് പ്രശ്നം? നമ്മൾ ആശ്രയിക്കുന്നത്, ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ, വാട്ടർ ബാപ്റ്റിസത്തിലാണ് ഫോർ എ റൈറ്റ് സ്റ്റാൻഡിങ് ബിഫോർ ഗോഡ്. പക്ഷെ റൈറ്റ് സ്റ്റാൻഡിങ് എപ്പോഴാണ് ഉണ്ടാകുന്നത്? നമ്മെ നീതീകരിക്കുമ്പോഴാണ്, വിശ്വാസത്താൽ. എത്ര ധൃതിയാണ് ഈ പിള്ളേരെ സ്നാനപ്പെടുത്താൻ. സ്നാനപ്പെടുമോനെ. പെന്തക്കോസ്തിൽ രക്ഷിക്കപ്പെടുന്നതിനെക്കാട്ടി വലുതാണ് സ്നാനപ്പെടുന്നത്. രക്ഷിക്കപ്പെട്ടവർക്കാണ് സ്നാനം വേണ്ടത്. നമ്മളിതിനെ മതപരമായാണ് ഇപ്പോൾ കാണുന്നത്. മറ്റൊന്ന്, നമ്മുടെ കോൺഫിഡൻസ് ലോർഡ്സ് ടേബിളിലാണ്. ആ കർത്തൃമേശ നുറുക്കിയാൽ എനിക്ക് നല്ലതാണ്. കർത്തൃമേശ അതിൽ തന്നെ അല്ല വിടുതൽ. അതെന്താണ് ആൾക്ക് മനസ്സിലാകാത്തത്? ഞാൻ കർത്തൃമേശ ഭക്ഷിച്ചു, ഞാൻ സ്നാനപ്പെട്ടു, അതുകൊണ്ട് ദൈവം എന്നെ കൈക്കൊള്ളും. നോട്ട് അറ്റ് ഓൾ. സ്നാനപ്പെടുന്ന 3 ദിവസം ഊസിച്ചൊക്കെ ഒന്ന് റെഡിയായി എങ്ങനെയെങ്കിലും എല്ലാം ക്ഷമിച്ചു. അതൊക്കെ നല്ല കാര്യമാണ്, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിൽ തന്നെയല്ല. അതെടുക്കുന്നതുകൊണ്ടല്ല. ബിക്കോസ് യു ആർ ജസ്റ്റിഫൈഡ് ബിഫോർ ഗോഡ് ത്രൂ ദ ഫിനിഷ്ഡ് വർക്ക് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഗോസ്പല് വിശ്വസിച്ചതാണ് ദൈവം മുൻപാകെ റൈറ്റ് സ്റ്റാൻഡിങ്. റൈറ്റ് സ്റ്റാൻഡിങ് ഉള്ളവർ സ്നാനപ്പെടണം. റൈറ്റ് സ്റ്റാൻഡിങ് ഉള്ളവർ യേശുക്രിസ്തുവിൻ്റെ ശരീരത്തെയും രക്തത്തെയും സൂചിപ്പിക്കുന്ന ലോർഡ് സപ്പർ ദേ മസ്റ്റ് സെലിബ്രേറ്റ്. വേറെ ഒന്നാണ്, നമുക്ക് ഒരുപാട് റിലീജിയസ് ആക്ടിവിറ്റീസ് ഉള്ളത്. ഞാൻ സാക്ഷ്യം പറയാം. പരിചയം നാളെ ഉണ്ടോ? ഞാൻ സാക്ഷ്യം പറയാം. നീ സാക്ഷ്യം പറഞ്ഞാൽ സ്വർഗത്തിലൊന്നും പോകത്തില്ല. വേറെ കുറച്ച് പേർക്ക് ഏതെങ്കിലും ഒരു സമുദായം അല്ലെ സഭ ചേരണം, ഏതെങ്കിലും ഒരു സംഘടന ചേർന്നുകൊണ്ടൊന്നും ഒന്നും കിട്ടത്തില്ല. നിങ്ങൾക്ക് കേൾക്കുന്ന വചനമനുസരിച്ച് ജീവിതം ശോധന ചെയ്ത് മാറ്റം സംഭവിക്കണം. അതിൻ്റെ തുടക്കം മാനസാന്തരമാണ്. മുമ്പ് ഞാൻ പറഞ്ഞ കേട്ടോ, എൻ്റെ ഹൃദയം തടിച്ചിരിക്കുകയാണ്. യു സ്റ്റിഫ് നെക്ഡ് പീപ്പിൾ എന്നാ, റിബല്യസ് പീപ്പിൾ. യഹൂദൻ്റെ കൂട്ടായിപ്പോയി. അപ്പം നമുക്കും ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇങ്ങനെയുള്ള ഫിസിക്കൽ ആക്റ്റിലല്ല രക്ഷയിരിക്കുന്നത്, സ്നാനത്തിലല്ല രക്ഷ. ഇതിൽ കൂടുതൽ വച്ചയ്ക്ക് പറയണോ? അല്ലെങ്കിൽ സ്നാനപ്പെട്ടേര്.
സ്നാനപ്പെട്ടാൽ പിന്നെ ശരിയായിക്കോളും. ചിലർ പറയും കല്യാണം കഴിച്ചാൽ ശരിയായിക്കോളും. രസകരമായൊരു സംഭവം ഈയിടെ കേട്ടു. പെന്തിക്കോസിലെ ഒരു കല്യാണാലോചനയുടെ ഒന്ന് പറയാം. ആലോചിച്ച കല്യാണം കേട്ടോ, പ്രേമ കല്യാണമൊന്നും അല്ലായിരുന്നു, ആലോചിച്ചതാണ്. ഏതായാലും കൊള്ളാം. ആലോചിച്ച് കുറച്ചാൾ മുന്നോട്ട് പോയപ്പോൾ ചെറുക്കന് തോന്നി പെണ്ണിനോടുള്ള സത്യാവസ്ഥ പറയണം. പെണ്ണിനോട് പറഞ്ഞു, ഞാൻ തികഞ്ഞ ഒരു മദ്യപാനിയാണ്. പെന്തിക്കോസുകാരൻ്റെ സാക്ഷിയാണ്, ഞാനൊരു തികഞ്ഞ മദ്യപാനിയാണ്. പിന്നെ മദ്യപാനത്തോട് ചേർന്നിരിക്കുന്ന പല കാര്യങ്ങളും എനിക്ക് ഉണ്ട്. സഹോദരി അത് ശ്രദ്ധയോടെ കേട്ടിട്ട് നല്ലൊരു കൗൺസിലിംഗ് അങ്ങോട്ട് പറഞ്ഞു. അച്ചാച്ചാ, ആരോടും പറയാൻ പോകണ്ട, എൻ്റെ മാതാപിതാക്കളോടും പറയില്ല, നമുക്ക് കല്യാണം കഴിയണം. അതെന്തിനാ? ചെറുക്കം വിദേശത്താ, അങ്ങോട്ട് പോകാനൊരു സംഭവമാണ്. ഇതാണ് പെന്തിക്കോസ്ത്. പെന്തക്കോസ്ത് നല്ലതാണ്, ദൈവവചനം കേൾക്കണം. ഇന്നത്തെ ഈ ഡ്യൂപ്ലിക്കേറ്റ് പലതിനെ ഒന്നും കണ്ട് നിങ്ങളുടെ വിശ്വാസം ക്ഷീണിച്ചു പോകരുത്. മാർഗം കറക്റ്റാണ്. ജീവിക്കാൻ സമർപ്പിച്ചവർ കുറഞ്ഞുപോയി. രക്ഷിക്കപ്പെടാത്തവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ കാരണം ദൈവസഭകളിൽ ഈ കാര്യങ്ങൾ പഠിപ്പിക്കുന്നില്ല. പിന്നെന്താണ്? വിടുതൽ കിട്ടും, നിന്റെ കാർ നീ പോകുന്ന വഴിക്ക്, ഓ ഇന്ന് രാത്രി നിനക്കത് കിട്ടും, ഇത് കിട്ടും, ഇത് കിട്ടും. ഓൾ മാൻ സെൻറ്റേർഡ് മെസ്സേജ്. നിനക്കത് കിട്ടും, നീ ഒരു സംഭവമാകും. ഞാനോർത്തു പാൻഡമിക്കിൽ രക്ഷപ്പെടുമെന്ന്. പാൻഡമിക്കും വെള്ളപ്പൊക്കവും കൂടി ഒരുമിച്ച് അടിച്ചാൽ രക്ഷപ്പെടത്തില്ല. മാളത്തിനകത്തിരുന്നത് മുഴുവനും ഇറങ്ങിയിട്ടുണ്ട്. എന്തൊക്കെയായി പറഞ്ഞു പിടിപ്പിക്കുന്നത്. അതുകൊണ്ട് എന്ത് പറ്റിയെന്നറിയാമോ? കൈയടിച്ച് വേറെ മണ്ഡലത്തിലായി. ഹൃദയ പരിച്ഛേദനയില്ലാതെ പോയി. അകത്ത് മാറ്റമില്ല. വെരി കാർണൽ പീപ്പിൾ. വചനം കേട്ടേച്ച് കഠിന ഹൃദയത്തോടെ നിന്ന് ഭാര്യയും തല്ലി, ഇപ്പം പിന്നെ അങ്ങനെ മാത്രം പറഞ്ഞല്ലേ, ഭർത്താവിനെയും തല്ലി. ഇപ്പം എല്ലാം ജൂഡോയും കറാട്ടിയും ഒക്കെ പഠിച്ചതാണ്. ഒരടി അങ്ങോട്ടും എടുത്തപ്പോൾ കാല് മടക്കി ഒരെണ്ണം ഇങ്ങോട്ടും കൊടുത്തു. രണ്ടുപേരും ഓരോ അയ്യോ അയ്യോ എന്നോരോ ശബ്ദം. മാതാപിതാക്കളെ എന്നപ്പോൾ രണ്ടും ഫ്ലാറ്റായിട്ട് കിടപ്പുണ്ട്. ഓ വാട്ട് എ സ്റ്റോറി. രക്ഷപ്പെട്, മാനസാന്തരപ്പെട്. ഹൃദയ പരിച്ഛേദന. 25-ാം വാക്യം വായിച്ചിട്ട് 26-27 വാക്യങ്ങൾ നമുക്ക് വേഗം വായിക്കാം. നീ ന്യായപ്രമാണം ആചരിച്ചാൽ പരിച്ഛേദന പ്രയോജനമുള്ളത് സത്യം. ന്യായപ്രമാണം ആചരിച്ചാൽ. അടുത്തത്, ന്യായപ്രമാണം ലംഘിയായാലോ. ഈക്വൽസ് ന്യായപ്രമാണം ലംഘിയായാലോ നിന്റെ പരിച്ഛേദന അഗ്രചർമ്മമായി തീർന്നു. ഈക്വൽസ് അൺസർക്കംസൈസ്ഡ്. 26-ാം വാക്യം, അഗ്രചർമ്മി ന്യായപ്രമാണത്തിൻ്റെ നിയമങ്ങളെ പ്രമാണിച്ചാൽ അവൻ്റെ അഗ്രചർമ്മം പരിച്ഛേദനയെന്ന് എണ്ണുകയില്ലയോ. 25-ാം വാക്യത്തിൽ പറഞ്ഞതിനെ വേറെ ഒരു ആംഗിളിലൂടെ, അഗ്രചർമ്മി എന്ന് പറഞ്ഞാൽ ജാതികളാണ്, പരിച്ഛേദനയേക്കാത്തവർ. ന്യായപ്രമാണത്തിൻ്റെ നിയമങ്ങളെ പ്രമാണിച്ചാൽ അവൻ്റെ അഗ്രചർമ്മം പരിച്ഛേദനയെന്ന് എണ്ണുകയില്ലയോ. അതിൻ്റെ അർത്ഥം ദൈവം വ്യൂ ചെയ്യുന്നതിടെ അകം മാറണമെന്നാണ്. അപ്പം ഇവിടെ ഇറ്റ് ഈസ് എ പോസിബിലിറ്റി. ഇവിടെ ഈ ജെൻറ്റൈൽ ക്രിസ്ത്യൻസിനെ കുറിച്ചായിരിക്കാം പരാമർശിക്കുന്നത്. അവർ രക്ഷിക്കപ്പെട്ടു, അകത്ത് മാറ്റം വന്നത് നിമിത്തം ദൈവവചനം അനുസരിക്കുന്നു എന്ന് പറയുമ്പോൾ പെർഫെക്റ്റ് ഒബീഡിയൻസ് അല്ല ഉദ്ദേശിക്കുന്നത്. പിന്നെ എന്താണ്? ഹാബിച്വലായി, കണ്ടിന്യൂസ് ആയി രക്ഷിക്കപ്പെട്ടവർ അവരുടെ ന്യൂ ലൈഫ് സ്റ്റൈലിൽ ദൈവത്തെ സ്നേഹിക്കുന്ന, നിരന്തരം സ്നേഹിക്കുന്ന അനുഭവം. അവര് അക്ഷരികമായ പരിച്ഛേദന അവർക്കില്ല, ഹൃദയ പരിച്ഛേദന അവർക്കുണ്ട്. അഗ്രചർമ്മി ന്യായപ്രമാണത്തിൻ്റെ നിയമങ്ങളെ പ്രമാണിച്ചാൽ. യഹൂദൻ പൊങ്ങച്ചമെന്താ? അകം മാറിയിട്ടില്ല, സൈനുണ്ട്. ഇവിടെ സൈൻ ഇല്ലാത്തവൻ അകം മാറി വചനം അനുസരിച്ചു. ഇത് കാണിക്കുന്നത് എന്താ? യഹൂദനോട് പറയുകയാണ്, ഇറ്റ് മീൻസ് നത്തിങ് ടു ഗോഡ്. ദൈവം ആഗ്രഹിക്കുന്നത് ഇൻവേർഡ് ചേഞ്ച് ആണ്. അതിനു വേണ്ടിയാണ് ഈ പുറത്തെ തന്നിരിക്കുന്നത്.
പൗലോസിൻ്റെ ആർഗ്യുമെൻ്റ് വളരെ ശ്രദ്ധിക്കണം. ഈ പറയുന്ന അഗ്രചർമ്മി ഒരിക്കലും ഫിസിക്കലി സർക്കംസൈസ്ഡ് അല്ല, പക്ഷേ ആത്മീകമായ പരിച്ഛേദനയുടെ അനുഭവം രക്ഷാനിർണയത്തിലൂടെ അനുഭവിച്ചയാളാണ്. അതുകൊണ്ടാണ് ദൈവവചനം അനുസരിക്കുന്നത് എന്ന് പറയുമ്പോൾ പെർഫെക്റ്റ്ലി ഒബെയിങ് ദ ലോ എന്ന അർത്ഥത്തിലല്ല, ഹാബിച്വലി ഒബെയിങ് ദ ലോ, കണ്ടിന്യൂസ് ആയി അവൻ്റെ ദിക്ക് ശരിയാണ്, കൃത്യമായിട്ട് മുന്നോട്ട് ദൈവഹിതം അനുസരിച്ച് പോകുന്നു എന്ന അർത്ഥത്തിലാണ് നമ്മളത് മനസ്സിലാക്കേണ്ടത്. 27-ാം വാക്യം, സ്വഭാവത്താൽ അഗ്രചർമ്മി ആയവൻ ന്യായപ്രമാണം അനുഷ്ഠിക്കുന്നു എങ്കിൽ അക്ഷരവും പരിച്ഛേദനയുമുള്ള ന്യായപ്രമാണ ലംഘിയായ നിന്നെ അവൻ വിധിക്കുകയില്ലയോ? ഒരു പ്രാവശ്യം കൂടെ 27-ാം വാക്യം വായിക്കണം. സ്വഭാവത്താൽ അഗ്രചർമ്മിയായവൻ ന്യായപ്രമാണം അനുഷ്ഠിക്കുന്നുവെങ്കിൽ അക്ഷരവും പരിച്ഛേദനയുമുള്ള ന്യായപ്രമാണ ലംഘിയായ നിന്നെ അവൻ വിധിക്കയില്ലയോ? ദൈവമാ വിധിക്കുന്നത്, ദൈവത്തോടു കൂടി ഇവനും വിധിക്കുകയാണ്. യഹൂദൻ എല്ലാവരെയും വിധിക്കുന്നവനാ, പക്ഷെ ഇപ്പൊ പ്ലേറ്റ് മാറി. അവർക്ക് സൈനുണ്ട്, അനുസരണമില്ല. ഇവിടെ സൈൻ ഇല്ലാത്തവർ അനുസരിക്കുമ്പോൾ യഹൂദനെ വിധിക്കുകയാണ്. സ്വഭാവത്താൽ അഗ്രചർമ്മി ആയവൻ ന്യായപ്രമാണം അനുഷ്ഠിക്കുന്നു എങ്കിൽ, ഇഫ് ദിസ് അൺസർക്കംസൈസ്ഡ് മാൻ ഡിഡ് കീപ് ദ ലോ, നമ്മൾ 26-ാമത്തെ വാക്യത്തിൽ കണ്ടതാണ്. ജെൻറ്റൈൽ ക്രിസ്ത്യൻ ആയിരിക്കാം, അവൻ സ്വഭാവത്താൽ അഗ്രചർമ്മി ആണെങ്കിലും അവൻ രക്ഷിക്കപ്പെട്ടവനായതുകൊണ്ട് അക്ഷരവും പരിച്ഛേദനയുമുള്ള ന്യായപ്രമാണ ലംഘിയായ നിന്നെ, അതായത് യഹൂദനെ, അവൻ വിധിക്കയില്ലയോ? വിധിക്കും. അവിടെയും കാണുന്നത് ദൈവത്തിൻ്റെ ആ മനോഭാവമാണ്. ഗോഡ് ഈസ് ലുക്കിംഗ് അറ്റ് ദ ഹാർട്ട്സ്. എന്നിട്ട് ഇത് 28-29 വാക്യത്തിൽ ഒരു കൺക്ലൂഷനാണ്. വാട്ട് ഈസ് ദ ട്രൂ സർക്കംസിഷൻ? പുറമേ യഹൂദനായവൻ യഹൂദനല്ല, പുറമേ ജഡത്തിലുള്ളത് പരിച്ഛേദനയുമല്ല. ഇവിടെ ഇപ്പൊ പറഞ്ഞിട്ട് ഇവിടെ ആർക്കും ഇതൊന്നും തോന്നിയില്ല. യഹൂദൻ ഇത് കേട്ട ഷോക്ഡ് ആകും. വാട്ട് ഈസ് ദിസ് പോൾ? അവർ അഹങ്കരിച്ചിരുന്ന ഇതിലാണ്. അവരോടാ പറയുന്നത് പുറമേ യഹൂദനായവൻ എന്ന് പറഞ്ഞാൽ വചനം അനുസരിക്കാത്ത, കേവലം എക്സ്റ്റേണൽ ആയിട്ടുള്ള ഈ സർക്കംസിഷൻ മാത്രം ശരീരത്തിൽ നിവർത്തിച്ചവൻ, പുറമേ ജഡത്തിലുള്ളത് പരിച്ഛേദനയല്ല. ഇത് നെഗറ്റീവായിട്ട് പറഞ്ഞിട്ട് 29-ാം വാക്യത്തിലാണ് പോസിറ്റീവായിട്ട്, അകമേ യഹൂദവനായവൻ അത്ര യഹൂദൻ, അക്ഷരത്തിലല്ല ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദന. അപ്പൊ അകം എങ്ങനെയാ മാറുന്നത്? ഇറ്റ് ഈസ് ബൈ ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ് വചനത്താലാണ് അകത്ത് മുറിക്കുന്നത്. വേദനയുണ്ടോ? അക്ഷരീകമായി പരിച്ഛേദനയേറ്റവർക്ക് വേദനയുണ്ടോ? ഉണ്ട്. അകത്ത് ദൈവത്തിൻ്റെ വചനം വന്ന് കട്ട് ചെയ്യുമ്പോൾ പാപബോധമുണ്ടാകും, അകത്ത് അസ്വസ്ഥരാകും, വേദന ഉണ്ടാകും. വേദന ഉണ്ടാകുമ്പോൾ എബി ഉപദേശിക്കെതിരെ പല്ല് കടിച്ചിട്ടോ ഞെറമ്മിട്ടോ കാര്യമില്ല. മാനസാന്തരപ്പെടുക, രക്ഷിക്കപ്പെടുക, ഹൃദയത്തെ വിധേയപ്പെടുത്തി കൊടുക്കുക. അകമേ യഹൂദനായവൻ അത്ര യഹൂദൻ, അക്ഷരത്തിലല്ല ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദന അത്ര പരിച്ഛേദന. അവനും മനുഷ്യരാരല്ല, ദൈവത്താൽ തന്നെ പുകഴ്ച ലഭിക്കും. He will be praised by God. God looks at the heart. പുറത്തോട്ട് റിഫ്ലക്റ്റ് ചെയ്യേണ്ടത് അകത്ത് വന്ന മാറ്റമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഇതിനോട് ബന്ധപ്പെട്ട ഒരു കുറിപ്പ് തന്നെ ഇട്ടിരുന്നു. ഇനി നമ്മൾ പഠിച്ച ഒരുപാട്, ഞാനിവിടെ നിർത്താൻ പോവുകയാണ്, ഒരുപാട് പാഠങ്ങൾ. നിങ്ങൾ ഈവൻ ഗിരിപ്രഭാഷണം നോക്കിയോ, എന്താ ജീസസ് പറയുന്നത്? ഫരീസയരുടെയും ശാസ്ത്രിമാരുടെയും നീതിയെ നിങ്ങളുടെ നീതി കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗത്തിൽ പോകത്തില്ല. അതെന്താ? അത് പുറത്തുള്ള പരിച്ഛേദനയാണ്. അകം മാറിയിട്ടില്ല, പുറത്ത് സകല റിലീജിയസ് ഫിറ്റിങ്ങുമുണ്ട്. ഇറ്റ് ഈസ് എ ലൈഫ് ഓഫ് ഹൈപ്പോക്രസി. കാപഠ്യം നടക്കുകയാണ്. ഇന്നും ഇത് തന്നെയാണ് നമ്മുടെ ഇടയിൽ നടക്കുന്നത്. ഒന്നകത്തിരിക്കുക, പുറത്ത് കളിക്കുക. എൻ്റെ സുഹൃത്തുക്കളെ, എൻ്റെ സഹോദരി സഹോദരന്മാരെ, എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദയവായിട്ട് ഞാൻ പറയുന്ന വാക്ക് കേൾക്ക്. ഈ ലോകത്തിൽ തന്നെ ദൈവം അത് പൊളിക്കും.
നമ്മളത് മനസ്സിലാക്കണം. ഹിപ്പോക്രിറ്റിക്കൽ ലൈഫാണ് യഹൂദൻ്റെ. പുറത്ത് ഭയങ്കര ഭക്തരാ. അപ്പോഴാണ് പോൾ പറയുന്നത്, എടാ ഇതൊരു പരിച്ഛേദനയല്ലെന്ന്. ശരിയായ പരിച്ഛേദന ഹൃദയത്തിൽ നടക്കുന്ന ശരിയായ യഹൂദൻ പുറത്ത് മാത്രമല്ല, അകം മാറിയവനാണ്. Who is the true Christian? Who is the true Pentecostal? Who is the true new life member? അകം മാറിയവൻ. വായി വരുന്നതെല്ലാം പറഞ്ഞു നടന്ന് ഒരാഴ്ച മുഴുവനും എതുവഴിയെല്ലാം നടന്നേച്ച് എവിടെ വന്ന് ഞങ്ങളിന്ന് പോയായിരുന്നു, യോഗത്തിന് പോയായിരുന്നു. അതെന്താ അർത്ഥം? നമുക്ക് നമ്മുടെ ജീവിതത്തെ മാറ്റണം. ഞാനിത് അവസാനിപ്പിക്കുമ്പോൾ ചോദ്യം ഇത്രയേ ഉള്ളൂ: അകത്ത് പരിച്ഛേദന നടന്നിട്ടുണ്ടോ? വചനത്താലും ആത്മാവിനാലും? അതോ ഈ കാണിക്കുന്നത് മുഴുവനും പുറത്താണോ? നിങ്ങളിൽ പലരും നാടകം കളിക്കുകയാണ്, സ്വർഗത്തിൽ പോകത്തില്ല. നിങ്ങൾക്ക് സുവിശേഷം ആവശ്യമാണ്. ഈ ചർച്ചിലല്ലാതെ വേറെ ഒരു ചർച്ചിലും ഇത് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ആളുകൾ ഹേർട്ടാവും. ആളിനെ കൂട്ടുക എന്നുള്ളതാണ്. ഞാൻ നിങ്ങളോട് പറയാം, നമ്മൾ കുറയ്ക്കാൻ തയ്യാറായിട്ട് നിൽക്കുക. ഇവിടെ എൻ്റെ പ്രിയരെ ഒരു പരിപാടി നടക്കത്തില്ല. നിങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി. കാപഠ്യ ജീവിതം, സഹോദരിമാരോട് ഞാൻ പറയാം, കാപഠ്യ ജീവിതം രക്ഷപ്പെടുത്തുന്നതല്ല. സിമ്പിളി നിങ്ങൾ അനലൈസ് ചെയ്യേ. പോൾ എത്ര ഇതാരോടാ പറയുന്നത്? നമ്മളെക്കാട്ടിലൊക്കെ വലിയ പൊന്നുമോനാ യഹൂദൻ. അവന് പറയാൻ കുറേ കാര്യമുണ്ട്. നമുക്ക് തന്നെ പറയാനുണ്ട്. 250-300 വർഷത്തെ കുടുംബചരിത്രവും കൈവച്ചുകൊണ്ടായിരിക്കുന്നത്. അതിനപ്പുറത്തോട്ട് ചകഞ്ഞാൽ നമ്മൾ ആരാണെന്ന് വെളിപ്പെട്ട് വരും. നൂറ്റാണ്ടുകളുടെ ചരിത്രം പറയാനുണ്ട് യഹൂദന്. ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ദൈവ സാന്നിധ്യവും ദൈവശക്തിയും അത്ഭുതങ്ങളും കണ്ടവരാണിവർ. ഇവരോട് പറയുകയാണ്, നിങ്ങൾ സ്വർഗത്തിൽ പോകത്തില്ല, നിങ്ങൾക്ക് സുവിശേഷം വേണമെന്ന്, നിങ്ങൾ മാനസാന്തരപ്പെടണമെന്ന്, അകം മാറണമെന്ന്. ഈ ബന്ധനത്തിലാണ് നാടകം കളിക്കുന്ന മുഴുവൻ എണ്ണവും. എന്നെക്കുറിച്ചാണോ പാസ്റ്റർ പറയുന്നത്? ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഏതാണ്ട് അടുത്ത് പറഞ്ഞപ്പോൾ ഒരു സഹോദരൻ അങ്ങ് ഫീലിംഗ് ആയെന്ന്. ഫീലിംഗ് ആയി. ഞാൻ ഏതാണ്ട് അപ്പം ഞാൻ ചോദിച്ചു, എന്താ മോനെ ഫീലായേ? ഞാൻ മദ്യപാനി സ്വർഗരാജ്യത്തിൽ പോകത്തില്ല, മോന് ഫീൽ ചെയ്യുമോ? ഇല്ല. അതെന്താ? കള്ളു കുടിക്കുന്നില്ല, അതുകൊണ്ട്. അപ്പം ഞാൻ പറഞ്ഞെന്താ ഫീലായേ? അത്രയേ ഉള്ളിത്. പ്രത്യാശയുള്ള ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ചിലപ്പോൾ അംഗീകാരം കിട്ടത്തില്ല. സൂക്ഷിച്ചോണം. ഗാർഡ് യുവർ ഹാർട്ട്. വേണ്ടാത്ത ഒരു ചിന്തയോ വർത്തമാനോ ഒന്നും വരരുത്. ഞാൻ കണ്ട ഒരു ലക്ഷണം കൂടെ നിങ്ങളോട് പറയാം. നിങ്ങളെ സഹായിക്കുമെങ്കിൽ സഹായിക്കട്ടെ. എന്താണെന്നറിയാമോ? പാസ്റ്ററിൽ നിന്നും സഭയിൽ നിന്നും അകലുന്നതായിട്ട് നിങ്ങൾക്ക് തന്നെ തോന്നിയെന്നിരിക്കട്ടെ. ഇവിടെ പണ്ടത്തെ പോലെ എനിക്കൊരിതില്ലല്ലോ. പണ്ടത് ഉറപ്പാണ്. ഞാനല്ലാതെ ഇത് 85% 100% നിങ്ങളുടെ ആത്മീയതയിൽ എന്തോ കാര്യമായി സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ചർച്ചിൽ വരുന്നതല്ല നിങ്ങളുടെ മെയിൻ ത്രില്ല്. പണ്ട് നിങ്ങൾക്ക് പാസ്റ്ററുമായിട്ടുണ്ടായിരുന്ന ഒരു സൗഹൃദ ബന്ധമില്ല, ജനവുമായിട്ടില്ല. നിങ്ങളുടെ ആത്മീയതയിൽ സാരമായ തകരാറുണ്ടെന്ന് മുഖത്ത് നോക്കിയാണ് ഞാൻ പറയുന്നത്. എന്തെങ്കിലും സംശയമുണ്ട്, യോഗം കഴിഞ്ഞ് എന്നെ വന്ന് കാണും, ഞാൻ ബാക്കി പറഞ്ഞുതരാം. ഇതെന്തിനാ പറഞ്ഞതെന്നറിയാമോ? രക്ഷപ്പെടാൻ പറഞ്ഞതാ. പക്ഷേ രക്ഷപ്പെടുന്നവർ ചുരുക്കമാണ്. ആട്ടെ, ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുക. സത്യം ഇതാ. 3-ാം അധ്യായത്തിലും ഇതിൻ്റെ ക്ലൈമാക്സിലേക്കാ. അപ്പോൾ പിന്നെ യഹൂദനായിരിക്കുന്നുണ്ട്, അതാ പ്രയോജനം. പൗലോസ് അങ്ങോട്ട് വിശദീകരിച്ച് അടുത്ത ആഴ്ച വരണം. യഥാർത്ഥ പാപിയുടെ എക്സാക്ട് നേച്ചർ അങ്ങോട്ട് വിവരിക്കുകയാണ്. അവൻ്റെ വർത്താനം എങ്ങനെ ആയിരിക്കും, അവൻ്റെ നടപ്പ് എങ്ങനെ ആയിരിക്കും. ദൈവാത്മാവിനെ അത് ചെയ്യാൻ കഴിയും. പൗലോസിനെ ദൈവത്തിൻ്റെ ആത്മാവ് ഉപയോഗിക്കുകയാണ്. ഞാനിതൊന്നും കയ്യിൽ നിന്നിട്ടൊന്നും പറഞ്ഞതല്ല, ഈ പുസ്തകത്തിലെ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. പാപം ചെയ്യുന്നവൻ സഭയിൽ വരത്തില്ല. അവന് ഇന്ന് പോണ്ട. ഹല്ലേലൂയ. സത്യമായി പുറത്ത് കാണുന്ന ആളല്ല ഞാൻ അകത്ത്. എനിക്ക് പുറമേ ഒരുപാട് കാര്യങ്ങളിൽ അഭിമാനിക്കാനുണ്ട്. മറ്റുള്ളവരെക്കാട്ടിൽ എനിക്ക് വചനം അറിയാം,
മറ്റുള്ളവരെക്കാളുള്ള പാരമ്പര്യം എനിക്കുണ്ട്. ഒരുപാട് ഭൗതികമായുള്ള അനുഗ്രഹങ്ങൾ എനിക്കുണ്ട്. എനിക്ക് ഒത്തിരി പറയാനുണ്ട്. എനിക്ക് ദൈവം എൻ്റെ ദൈവമാണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. പക്ഷെ എൻ്റെ അകം പരിച്ഛേദന കത്തി കൊണ്ട് മുറിക്കപ്പെട്ടിട്ടില്ല. എൻ്റെ ഹൃദയം തടിച്ചിരിക്കുകയാ. എനിക്കൊരു മാറ്റം ആവശ്യമാണ്. അതിൽ സമർപ്പിക്കുന്ന എത്ര പേരുണ്ടെന്ന് എനിക്കറിയത്തില്ല. വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. എല്ലാ കണ്ണും അടഞ്ഞിരിക്കുമ്പോൾ ആ സമർപ്പണത്തിൻ്റെ സൂചനയായി നിങ്ങളുടെ വലങ്കരം ദൈവസന്നിധിയിൽ ഉയർത്തുക. പരിശുദ്ധ പിതാവേ, ഈ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങളിൽ ഏൽപ്പിച്ചത് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒറ്റ ആൾ പോലും നഷ്ടപ്പെട്ടു പോകാൻ അനുവദിക്കല്ലേ. യഹൂദന അഹങ്കാരമുണ്ടായിരുന്നു. ഞങ്ങൾക്കും പലപ്പോഴും ഈ അഹങ്കാരം വന്നുപോയി. കർത്താവേ, ഞങ്ങളോട് ക്ഷമിക്കണമേ. കർത്താവേ, ഞങ്ങളോട് ക്ഷമിക്കണമേ. കർത്താവേ, ഞങ്ങളോട് ക്ഷമിക്കണമേ. ഈ സമയത്ത് എല്ലാവരും കരങ്ങൾ താഴ്ത്തിയിട്ട് വായ തുറന്ന് പ്രാർത്ഥിച്ചാട്ടെ. ന്യൂ ലൈഫ് ഏജിയോട് ക്ഷമിക്കണമേ. എല്ലാ കുടുംബങ്ങളോടും ക്ഷമിക്കണമേ. ശുശ്രൂഷകരോട് ക്ഷമിക്കണമേ. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. പുറമെയുള്ള പരിച്ഛേദന, പുറമെയുള്ള ചില ചിഹ്നങ്ങൾ, അടയാളങ്ങളിൽ അഹങ്കരിച്ചത് ഞങ്ങളോട് ക്ഷമിക്കണമേ. അതിനൊക്കെ അതിൻ്റെതായിട്ടുള്ള വിലയുണ്ട് കർത്താവേ. പക്ഷേ ഞങ്ങൾ അനുസരണം കെട്ടവരാണെങ്കിൽ അതിന് വിലയില്ല എന്നുള്ള യാഥാർത്ഥ്യം ഞങ്ങൾ തിരിച്ചറിയുന്നു. ഞങ്ങളോട് ക്ഷമിക്കുകയും അവിടുത്തെ രക്തത്താൽ ഞങ്ങളെ കഴുകണമേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. അവിടുത്തെ വചനത്തിന്റെ കത്തി ഞങ്ങളുടെ അന്തരാത്മാവിൽ ഇന്ന് പകൽ വെച്ചതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം, 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 സ്തോത്രം. ഞങ്ങളെ സമ്പൂർണമായി സമർപ്പിക്കുന്നു. ഈ ചിന്തയിൽ ഈ ദിവസം മുഴുവനും, വരുന്ന ആഴ്ചയിൽ മുഴുവനും നിൽപ്പാൻ, ഞങ്ങളുടെ ക്രയവിക്രയങ്ങളിൽ, നോട്ടത്തിൽ, ഭാവത്തിൽ, മനോഭാവത്തിൽ, സംസാരത്തിൽ കൃപയാൽ ഞങ്ങൾ രക്ഷപ്പെട്ടവരാണ്. ഞങ്ങളെ അങ്ങ് കൃപയാൽ നീതീകരിച്ചതാണ് എന്നുള്ള സത്യം അനുദിനം അയവിറക്കുവാൻ, അങ്ങയ്ക്ക് മഹത്വം കരയറ്റുന്നൊരു ജീവിതം നയിപ്പാൻ തൃക്കരങ്ങൾ ഞങ്ങളെ സമർപ്പിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ സ്വർഗ്ഗപിതാവേ. ആമേൻ.